ഹലോ കുട്ടികളെ, എല്ലാവർക്കും ലാൽബ്രദേഴ്സ് മീനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് +2 ബോട്ടണിയിൽ നിങ്ങൾക്ക് ഫോക്കസ് പോയിന്റ് ബേസ് ചെയ്ത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്താണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക. ഓക്കെ, നമ്മൾ ഷിബു സാറിന്റെ ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, എല്ലാവരും മാക്സിമം ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻസ് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. കാരണം വരാൻ നല്ല ചാൻസ് ഉണ്ട്. സെലക്ട് ചെയ്തിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരുന്നത്. ഒരു ബേസ്ഡ് ഓൺ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ ഇമ്പോർട്ടൻറ്റ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ കെമിസ്ട്രിക്ക് ഇതേപോലെ ചെയ്തായിരുന്നു. മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യനും സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നായിരുന്നു കെമിസ്ട്രിയിൽ. സോ ഇതും വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നന്നായിട്ട് കാണുക, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് റിവൈസ് ചെയ്യുന്നത്. ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഓഫ് വാട്ടർ ഹയാസ് എന്താണ്? അപ്പോൾ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ മീൻസ് പ്ലാന്റ്സ് വെജിറ്റേറ്റീവ്ലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ സഹായിക്കുന്ന ഓർഗൻസിനാണ് എന്ത് പറയുക, വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്ന് പറയുക. അപ്പോൾ പ്രൊപ്പഗ്യൂൾസ് ആർ ദി പ്ലാന്റ് പാർട്സ് ദാറ്റ് വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റ്. അതിലിവിടെ ചോദിക്കുന്നത് വാട്ടർ ഹയാസിന്താണ്. വാട്ടർ ഹയാസിന്ത് ഓർ ഐക്കോർണിയ. ഐക്കോർണിയയുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്ന ഓഫ്സെറ്റാണ്. ഇതൊക്കെ ജസ്റ്റ് ഓൺ വേർഡ്സ് ആണ്. വാട്ടർ ഹയാസിന്ത് ഓർ ഐക്കോർണിയ. ഇത് ഫസ്റ്റ് ചാപ്റ്റർ തന്നെ നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ടെറർ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഐക്കോർണിയ ഓർ വാട്ടർ ഹയാസിന്ത്. അതിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്ന ഓഫ്സെറ്റ് ആണ്. മറ്റു ചില എക്സാമ്പിൾസ് കൂടെ നമ്മൾ പഠിച്ചിരുന്നു. ഓഫ്സെറ്റ് പോലെ സ്റ്റോളൻ, സക്കർ, റണ്ണർ ഇതൊക്കെ പഠിച്ചാണ്. ആ എക്സാമ്പിൾസ് കൂടെ നോക്കാം. ഓഫ്സെറ്റിന് എക്സാമ്പിൾ അപ്പോൾ ഐക്കോർണിയയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓഫ്സെറ്റ് വഴിയാണ്. സ്റ്റോളൻ എക്സാമ്പിൾ പഠിച്ചത് ജാസ്മിനാണ്, ജാസ്മിൻ. സക്കറിന് എക്സാമ്പിൾ പഠിച്ചത് ക്രൈസാന്തമം, ജമന്തി. റണ്ണറിന് എക്സാമ്പിൾ പഠിച്ചത് ഓക്സാലിസ്, സെൻഡല്ല തുടങ്ങിയൊക്കെ എക്സാമ്പിൾസ്, ഗ്രാസൊക്കെ എക്സാമ്പിൾസ് പറയാം. അപ്പോൾ ഇതെല്ലാം വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ്. അപ്പോൾ വാട്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്? organs that help to propagate vegetatively. They are called some of them are offset, stolen, sucker and runner. And examples ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഐക്കോർണിയയുടെ ആണ്. അപ്പോൾ ഐക്കോർണിയയുടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്ന ഓഫ്സെറ്റ് ആണ്. മറ്റ് ഓർഗൻസ് ഇതുപോലെ പഠിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ അഗേവ്. അഗേവിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്നത് ഏതാണ്? ബൾബിലാണ്, ബൾബിൽ. ഈ ക്വസ്റ്റ്യനിൽ തന്നെ മറ്റു ചില ചോയ്സസ് കൂടെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ റൈസോമാണ്. റൈസോം ഏതിലാണെന്ന് അറിയാലോ, ജിഞ്ചർ, മ്യൂസൈലൊക്കെ എന്താണ് റൈസോമാണ്. ജിഞ്ചർ ആൻഡ് മ്യൂസൈലൊക്കെ റൈസോമാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എക്സാമ്പിൾസ് പഠിച്ച കോം പഠിച്ചു. കോം, സ്റ്റെം ട്യൂബർ ആൻഡ് ബൾബ്, ഈ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചതാണ്. കോമൺ എക്സാമ്പിൾ ഏതാണ് പഠിച്ച? മ്യൂസ. മ്യൂസ പറഞ്ഞ റൈസോം. കോമൺ എക്സാമ്പിൾ യാം, യാം ഓർ അമോർഫോഫാലസ്. പിന്നെ കൊളക്കേഷ്യ, ഗ്ലാഡിയോലസ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് ഈ കോം വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സ്റ്റെം ട്യൂബറിന് ഒറ്റ എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ പഠിച്ചത്, ദാറ്റ് ഈസ് പൊട്ടറ്റോ. നെക്സ്റ്റ് വൺ ബൾബിന് 2 എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ട്, ഓണിയൻ ആൻഡ് ഗാർലിക്. അപ്പോൾ ഇതെല്ലാം വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, അഗേവ് റീപ്രൊഡ്യൂസ് ബൈ യൂസിങ് ബൾബിൽസ്, റൈസോം ഫോർ ജിഞ്ചർ ആൻഡ് മ്യൂസ, കോം ഇൻ യാം ഓർ അമോർഫോഫാലസ്, കൊളക്കേഷ്യ, സ്റ്റെം ട്യൂബർ ഇൻ പൊട്ടറ്റോ, ബൾബ് ഇൻ ഓണിയൻ, ഗാർലിക്. പിന്നെ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾസ് ബ്രയോഫിലം ഒക്കെ പറയാം. ബ്രയോഫിലം, കലങ്കോ, ബിഗോണിയ തുടങ്ങിയ പ്ലാന്റ്സ് ഒക്കെ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്. റൂട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ട്. റൂട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് ഏതൊക്കെയാണ്? ബ്രെഡ് ഫ്രൂട്ട് ട്രീ, ബ്രെഡ് ഫ്രൂട്ട്, ഇവിടെ കറി ലീഫ്, ഇതൊക്കെ റൂട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ദീസ് ആർ കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഐക്കോർണിയ ഓർ വാട്ടർ ഹയാസിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആണ്, ദറ്റ് ഈസ് ഓഫ്സെറ്റ്. അപ്പോൾ ബാക്കിയുള്ള എക്സാമ്പിൾസ് കൂടെ ഓർത്തോളൂ. അപ്പോൾ ഇതോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
the wall of the ovary develops into wall of the fruit. That fruit wallയുടെ പേരാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവറി ബിക്കംസ് ഫ്രൂട്ട്. ഓവറിയാണ് എന്തായിട്ട് മാറുക? ഫ്രൂട്ടായിട്ട് മാറുക. അപ്പോൾ ഓവറിയുടെ വാൾ എന്തായിട്ട് മാറുന്നു? ഫ്രൂട്ട് വാളായിട്ട് മാറുകയും ചെയ്യും. ഓവറി വാൾ ബിക്കം ഫ്രൂട്ട് വാൾ. ദാറ്റ് ഫ്രൂട്ട് വാൾ ഈസ് കാൾഡ് പെരിക്കാർപ്പ്. അപ്പോൾ ഫ്രൂട്ട് വാളിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് പെരിക്കാർപ്പ്? After fertilization, ovary develops into fruit, then ovary wall develops into fruit wall. That fruit wall is called pericarp. ഈ പെരിക്കാർപ്പ് രണ്ട് തരത്തിലുണ്ട്. അതിന് 3 ലെയേഴ്സ് ആണുള്ളത്. ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ ഇസ് കാൾഡ് എപ്പികാർപ്പ്, മിഡിൽ ലെയർ മീസോകാർപ്പ് ആൻഡ് ഇന്നർ ലെയർ എൻഡോകാർപ്പ്. അങ്ങനെ 3 ലെയേഴ്സ് ഓഫ് പെരിക്കാർപ്പ്. ഏതൊക്കെ? എപ്പികാർപ്പ്, മീസോകാർപ്പ് ആൻഡ് എൻഡോകാർപ്പാണ്. അപ്പോൾ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്, ദെൻ ഓവറി വാൾ ബിക്കം ഫ്രൂട്ട് വാൾ. അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഓവറി ഫ്രൂട്ട് ആയി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ സച്ച് ഫ്രൂട്ട്സ് ആർ കാൾഡ് ട്രൂ ഫ്രൂട്ട്സ്. അപ്പോൾ വാട്ട് ഈസ് ട്രൂ ഫ്രൂട്ട്? വെൻ ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട് സച്ച് ഫ്രൂട്ട്സ് ആർ കാൾഡ് ട്രൂ ഫ്രൂട്ട്സ് എന്ന് പറയാം. മനസ്സിലല്ലോ? എന്നാൽ ഇൻ അഡീഷൻ ടു ഓവറി തലാമസ് ചിലപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ട് മാറും. ചില പ്ലാന്റ്സിലൊക്കെ തലാമസ് എന്തായിട്ട് മാറാം? ഫ്രൂട്ടായിട്ട് മാറാം. അപ്പോൾ തലാമസ് ഫ്രൂട്ട് ആയി മാറുകയാണെങ്കിൽ അത്തരം ഫ്രൂട്ട്സിന് പറയുന്ന പേരാണ് സീഡോകാർപ്പ്. ഇതും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സീഡോകാർപ്പ് ഓർ ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയും. അപ്പോൾ what are true fruit and false fruit? Fruit developed from the ovary is called true fruit and fruit developed from the thalamus is called pseudocarp or false fruit. എന്നാലും ഫെർട്ടിലൈസേഷന് ശേഷമാണ് ഓവറി എന്തായിട്ട് മാറുക? ഫ്രൂട്ടായിട്ട് മാറുക. എന്നാൽ ഇതുമായിട്ട് കണക്ട് മറ്റൊരു കാര്യം കൂടെ, ഫ്രൂട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാതെയും എന്ത് ഡെവലപ്പ് ചെയ്യുക? ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുക. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത്തരം ഫ്രൂട്ട്സിനെ പറയുന്ന പേരാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ഇതും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രൂട്ട്സ് ഡെവലപ്ഡ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്താൽ അത്തരം ഫ്രൂട്ട്സിനാണ് എന്ത് പറയുക? പാർത്തനോകാർപ്പിക്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാതെയും ഓവറി എന്തായി മാറാം? ഫ്രൂട്ടായിട്ട് മാറാം. പക്ഷേ ഓവറിക്കുള്ളിലെ ഓവ്യൂൾ സീഡായി മാറില്ല. ഓവ്യൂൾ സീഡ് ആകണമെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കണം. അങ്ങനെ ഓവറി ഫ്രൂട്ട് ആയാലും ഓവ്യൂൾ സീഡായി മാറിയില്ലെങ്കിൽ ഇത്തരം ഫ്രൂട്ട്സ് എല്ലാം തന്നെ സീഡ്ലെസ് ഫ്രൂട്ട്സ് ആയിരിക്കും. അപ്പോൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ആർ സീഡ്ലെസ്. എന്താണ് കാരണം? ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലും ഓവറി ഫ്രൂട്ടായി മാറാം, പക്ഷേ ഓവ്യൂൾ സീഡായിട്ട് മാറില്ല. സോ ഫെർട്ടിലൈസേഷൻ നടക്കാണ്ടാവുന്ന ഫ്രൂട്ട്സ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ആണ്. ദേ ആർ സീഡ്ലെസ്. ഇവിടെ നമ്മൾ പറഞ്ഞത് പെരിക്കാർപ്പായിരുന്നു ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതുമായിട്ട് കണക്ട് ചെയ്താണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവറി ബിക്കം ഫ്രൂട്ട് വാൾ ആൻഡ് ഓവറി വാൾ ബിക്കം ഫ്രൂട്ട്. ഓവറി ബിക്കം ഫ്രൂട്ട് ആൻഡ് ഓവറി വാൾ ബിക്കം ഫ്രൂട്ട് വാൾ. ദാറ്റ് ഫ്രൂട്ട് വാൾ ഇസ് കാൾഡ് പെരിക്കാർപ്പ്. അപ്പോൾ ഓവറി ഫ്രൂട്ടായി മാറുകയാണെങ്കിൽ അത്തരം ഫ്രൂട്ട്സിനെ ട്രൂ ഫ്രൂട്ട് എന്ന് പറയാം. എന്നാൽ തലാമസ് ഫ്രൂട്ട് ആണെങ്കിൽ ദേ ആർ കാൾഡ് സീഡോകാർപ്പ്. സീഡോകാർപ്പിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഏതൊക്കെ? ആപ്പിൾ പഠിച്ചു, സ്ട്രോബെറി, കാഷ്യൂ, ഇതൊക്കെ ഫാൾസ് ഫ്രൂട്ട് ഓർ സീഡോകാർപ്പാണ്. വാട്ട് ഈസ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്? ഫ്രൂട്ട് ഡെവലപ്ഡ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫ്രൂട്ട് ഡെവലപ്ഡ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയാം. അത്തരം ഫ്രൂട്ട്സ് എല്ലാം സീഡ്ലെസ് ആയിരിക്കും. കാരണം ഓവ്യൂൾ സീഡ് ആകണമെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കണം. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ സീഡ് നോർമലി പ്രൊഡ്യൂസ് ചെയ്യാറില്ല. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ സീഡ് പ്രൊഡ്യൂസ് ചെയ്യാറില്ല. എന്നാൽ ചില പ്ലാന്റ്സിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെയും സീഡ് ഡെവലപ്പ് ചെയ്യാം. അത്തരം ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് അപ്പോമിക്സിസ്. ഇതും മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് അപ്പോമിക്സിസ്? ഡെവലപ്മെൻറ്റ് ഓഫ് സീഡ്സ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. ഡെവലപ്മെൻറ്റ് ഓഫ് സീഡ്സ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ എന്ത് പേര് പറയാം? അപ്പോമിക്സിസ് എന്ന് പറയും. എന്താണ് പേര്? അപ്പോമിക്സിസ്. അപ്പോൾ ഓർത്തേക്ക് ഇത് ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ട് സീഡ് പ്രൊഡ്യൂസ് ചെയ്യാത്തതാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, ബട്ട് seeds are produced. That process is called apomixis. അപ്പോൾ production of seeds without fertilization is called apomixis. വീണ്ടും ഫ്രൂട്ടിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് പറയാം. പോളി എംബ്രിയോണി. നോർമലി സീഡ് ഡെവലപ്സ് ഇൻറ്റു എന്താണ്? എംബ്രിയോ ആയിട്ട് മാറാം. സീഡിനുള്ളിൽ എംബ്രിയോ കാണാം. ആ എംബ്രിയോ നോർമലി 1 എംബ്രിയോ ആയിരിക്കും കാണുക. എന്നാൽ ചില പ്ലാന്റ്സിൽ എന്താണ്? മോർ ദാൻ 1 എംബ്രിയോ കാണും. അപ്പോൾ ഒക്കറൻസ് ഓഫ് അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് മോർ ദാൻ 1 എംബ്രിയോ ഈസ് കാൾഡ് പോളി എംബ്രിയോണി. പോളി എംബ്രിയോണി എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ പ്രസൻസ് ഓഫ് ഓർ ഒക്കറൻസ് ഓഫ് മോർ ദാൻ 1 എംബ്രിയോ ഈസ് കാൾഡ് പോളി എംബ്രിയോണി. മെനി എംബ്രിയോസ് ഈസ് കാൾഡ് പോളി എംബ്രിയോണി. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഇതുമായിട്ട് ഫ്രൂട്ടുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇതിൽ ക്വസ്റ്റ്യനിലെ തേർഡ് ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഫ്രൂട്ട് മേ ഡെവലപ്പ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ സച്ച് ഫ്രൂട്ട്സ് ആർ കാൾഡ്. അതായിരുന്നു ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ. അത് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സിനെ എന്ത് പേര് പറയാം? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്നാണ് പറയാം. ഓക്കെ, അത് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മോസ്റ്റ് കോമൺ സ്പീഷീസ് ഓഫ് ഹണി ബീ യൂസ്ഡ് ഇൻ ബീ കീപ്പിംഗ്. അപ്പോൾ ബീ കീപ്പിങ്ങിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബീ സ്പീഷീസിൻ്റെ പേരാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ആ ബീ കീപ്പിങ്ങിനെ കുറിച്ച് പറയാം. ബീ കീപ്പിംഗ് ഈസ് കാൾഡ് അറിയാലോ എപ്പിക്കൾച്ചർ.
What is apiculture? Beekeeping. അല്ല റെയറിങ് ഓഫ് ഹണി ബീസ് ഫോർ പ്രൊഡ്യൂസിങ് ഹണി. ഹണി നമുക്കറിയാം ഒരു മെഡിസിനൽ ക്വാളിറ്റി ഉള്ളതാണ്, ന്യൂട്രീഷണൽ ഫുഡാണ്. അപ്പോൾ ആ ഹണി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹണി ബീസിനെ വളർത്തുന്ന പ്രോസസ്സിനാണ് ബീ കീപ്പിംഗ് ഓർ എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റെപ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സ്റ്റെപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ, നോളജ് അബൌട്ട് ദ നേച്ചർ ഓഫ് ആൻഡ് ഹാബിറ്റ് ഓഫ് ബീ. പിന്നെ നമ്മൾ അപ്പോൾ ബീസിനെ കുറിച്ച് അറിയുക. നെക്സ്റ്റ് വൺ, ഒരു സ്യൂട്ടബിൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ധാരാളം പ്ലാന്റ്സും ഫ്ലവേഴ്സൊക്കെ ഉള്ള തേൻ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ അവിടേക്ക് കോളനി, ഹണി ബീസിൻ്റെ കോളനി എന്താ പറയുക, സ്വാംസ് എന്ന് പറയുന്നത്, അതിനെ കൊണ്ട് ഹൈവ് ചെയ്യുക. നെക്സ്റ്റ് വൺ, എല്ലാ സീസണിലും ഇപ്പോൾ ഹണി കിട്ടണമെന്നില്ല, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സീസണിലും തന്നെ മാനേജ് ചെയ്യുക, ഹണി കോമ്പിനെ മാനേജ് ചെയ്യുക. പിന്നെ അതിൽ നിന്ന് എന്തെടുക്കുക, ഹണി എടുക്കുക. പിന്നെ വാക്സും ഉപയോഗിക്കുന്നുണ്ട്, കോസ്മെറ്റിക്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുണ്ട്, ഹണി വാക്സ്. എന്തായാലും ഇങ്ങനെ എപ്പിക്കൾച്ചർ നടത്താം. ആ എപ്പിക്കൾച്ചറിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബീ സ്പീഷീസിൻ്റെ പേരാണ് എപ്പിസ് ഇൻഡിക്ക. അപ്പോൾ what is Apis indica? The most common species of bee used to grow in beekeeping or apiculture. എപ്പിക്കൾച്ചറിൽ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ബീ സ്പീഷീസിനെയാണ് എന്ത് പേര് പറയുക? എപ്പിസ് ഇൻഡിക്ക എന്ന് പറയുക. അതായിരുന്നു നിങ്ങളുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ബയോടെക്നോളജി എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് വരുന്നത്. The restriction enzyme EcoR1 is isolated from the bacteria. നമുക്കറിയാം, അപ്പോൾ ഇവിടെ നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കുറിച്ചാണ് പറയുന്നത്. പറയാം, ബയോടെക്നോളജിയിൽ 2 ടൈപ്സ് ഓഫ് എൻസൈംസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. വൺ ഈസ് ഫോർ കട്ടിങ്, അല്ലേ, കട്ടിങ് ദ DNA. ടു കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എൻസൈംസ് ആണ് ഏത്? റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുക. റെസ്ട്രിക്ഷൻ എൻസൈംസ് ബിലോങ് ടു ദ ഗ്രൂപ്പ് ന്യൂക്ലിയസസ്. ന്യൂക്ലിയസ് എന്ന ഗ്രൂപ്പിലാണ് ആര് വരിക? റെസ്ട്രിക്ഷൻ എൻസൈംസ് വരിക. ഇറ്റ് ഈസ് ഓഫ് 2 ടൈപ്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെ? എക്സോന്യൂക്ലിയസ് ആൻഡ് എൻഡോന്യൂക്ലിയസ്. എക്സോന്യൂക്ലിയസ് ആൻഡ് എൻഡോന്യൂക്ലിയസ്, ഇങ്ങനെ 2 ടൈപ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം റെസ്ട്രിക്ഷൻ എൻസൈംസിന്. ഒരു DNA സ്ട്രാൻഡിൻ്റെ എൻസ് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏത്? എക്സോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഒരു DNA സ്ട്രാൻഡിൻ്റെ എൻസ് കട്ട് ചെയ്യാനായിട്ട്, 2 എൻസ് കട്ട് ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കാം? എക്സോന്യൂക്ലിയസ് ഉപയോഗിക്കാം. എന്നാൽ ഒരു സ്ട്രാൻഡിന് ഉള്ളിൽ നമുക്ക് ഡിസൈറബിൾ ആയിട്ട് എവിടെ വേണമെങ്കിലും കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് എൻഡോന്യൂക്ലിയസ്. അപ്പോൾ വിത്തിൻ എ സ്ട്രാൻഡ്, DNA സ്ട്രാൻഡിനുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് ഇത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അപ്പോൾ DNA കട്ട് ചെയ്യാൻ, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീകോമിനന്റ് DNA ടെക്നോളജി ചെയ്യാൻ പറ്റും. അൺഡിസൈറബിൾ ജീൻസിനെ റിമൂവ് ചെയ്യുക, ഡിസൈറബിൾ ജീൻസിനെ കൂട്ടിച്ചേർക്കുക. അത് ചെയ്യണമെങ്കിൽ റെസ്ട്രിക്ഷൻ enzymes ആണ്. അപ്പോൾ റെസ്ട്രിക്ഷൻ enzymes belong to the class nucleases. It is of 2 types, exonucleus and endonucleus. Endonucleus is used to cut within the DNA and ends cut ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് exonucleus. ഇതിലിവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, റെസ്ട്രിക്ഷൻ എൻസൈം EcoR1. ഈ EcoR1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈം ഏത് ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്തു എന്നാണ് ചോദിക്കുന്നത്. ആ ബാക്ടീരിയ ആണ് ഏത്? എക്സർഷ്യ കൊളൈ RY13 എന്നാണ് പേര്. എക്സർഷ്യ കൊളൈ ഓർ ഇ കൊളൈ, എക്സർഷ്യ കൊളൈ അതിൻ്റെ സ്ട്രെയിൻ്റെ പേരാണ് RY13. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഒരു റെസ്ട്രിക്ഷൻ എൻസൈമാണ് ഏത്? EcoR1. ദിസ് EcoR വാസ് ഐസൊലേറ്റഡ് ഫ്രം ദി ബാക്ടീരിയം എക്സർഷ്യ കൊളൈ RY13. എക്സർഷ്യ കൊളൈ RY13 എന്ന ബാക്ടീരിയയിൽ നിന്നാണ് ഇത് ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് വാസ് 5th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, അതും ബയോടെക്നോളജി തന്നെയാണ്. The restriction enzyme, the specific base sequence identified by a restriction enzyme for cutting DNA is called. നമുക്കറിയാം DNA strand. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. The specific base sequence identify a restriction enzyme. Restriction enzymes DNA കട്ട് ചെയ്യുന്നു. ആ DNAയുടെ ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? DNA strands, റെസ്ട്രിക്ഷൻ എൻസൈംസ് DNA സ്ട്രാൻഡിനെ കട്ട് ചെയ്യുക. അപ്പോൾ ആ കട്ട് ചെയ്യാനായിട്ട് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിക്കുന്ന ആ ബേസ് സീക്വൻസിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ആ ബേസ് സീക്വൻസിൻ്റെ പേരാണ് ഏത്? പാലിൻഡ്രോം. പാലിൻഡ്രോം സീക്വൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ റെക്കഗ്നീഷൻ സീക്വൻസ് എന്ന് പറയാം. റെക്കഗ്നീഷൻ സീക്വൻസ്. അപ്പോൾ പാലിൻഡ്രോം. അപ്പോൾ വാട്ട് ഈസ് പാലിൻഡ്രോം എന്ന് വെച്ചാൽ എന്ത് പറയാം? റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് DNA സ്ട്രാൻഡ് എവിടെ വേണമെങ്കിലും കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചില 6 ബേസ് പെയർസ് ചേർന്നാണ് വരുന്നത് DNA സ്ട്രാൻഡിലുള്ള. അതായത് 2 DNA സ്ട്രാൻഡ്. നമുക്കറിയാം DNA എന്ന് പറയുന്ന ഡബിൾ സ്റ്റാൻഡാണ്. ഇതിൻ്റെ സ്ട്രാൻഡ്സ് ആർ മേഡ് അപ്പ് ഓഫ് ഫോസ്ഫേറ്റ്സ് ആൻഡ് ഷുഗർ എന്ന് പഠിച്ചിട്ടുണ്ട്. ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് ആൻഡ് ഷുഗർ മോളിക്യൂൾസ്. പിന്നെ ഇവയെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് എന്താണ്? നൈട്രജൻ ബേസസ് കാണും. ആ നൈട്രജൻ ബേസസ് DNAയിലാകുമ്പോൾ 4 ടൈപ്സ്: അഡിനിൻ, തൈമിൻ, ഗോനിൻ ആൻഡ് സൈറ്റോസിൻ. അഡിനിൻ പെയർസ് വിത്ത് തൈമിൻ ആൻഡ് ഗോനിൻ വിത്ത് സൈറ്റോസിൻ. അപ്പോൾ അവിടെ അവർ തമ്മിൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ, ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും, അടുത്ത DNA 2 റീകോമ്പിനേഷൻ നടത്തുമ്പോഴത്തേക്കും അവ തമ്മിൽ പരസ്പരം ചേരുന്ന നൈട്രജൻ ബേസുകൾ തമ്മിലാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആ ബേസ് സീക്വൻസിനെയാണ് എന്ത് പേര് പറയുന്നത്? പാലിൻഡ്രോം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ എക്സാമ്പിൾ തന്നെ നമുക്ക് എഴുതാം.
ഇതൊരു DNA സ്ട്രാൻഡാണ്. 3-5- എന്ന് പറയുന്ന DNA സ്ട്രാൻഡാണ്. ഈ മുകളിൽ കാണുന്ന DNA സ്ട്രാൻഡാണെന്ന് വരുന്നത് 3-5. എന്താണ് അതിൽ വരുന്നത്? ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, അങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇതുമായിട്ട് പെയർ ചെയ്ത് വരുന്നത് വേണം നമ്മൾ അടുത്ത പാലൻഡ്രോമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ അടുത്ത സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഇത് 3-5- ആയതുകൊണ്ട് നെക്സ്റ്റ് വൺ 5-3- ആയിരിക്കണം അടുത്ത സ്ട്രാൻഡ്. ഇത് GAATTC ആണ്. അപ്പോൾ അതുപോലെ തിരിച്ചിവിടെ നിന്ന് വരിക. ആകെ GAATTC. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് പോകുന്നത് ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ. അത് അവിടുന്ന് റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് എഴുതുക. ഇതാണ് പാലൻഡ്രോം എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമ്പിൾ പഠിക്കണം. ഇവിടെ തന്നെ നോക്കിയാൽ അറിയുന്ന ഗ്വാനിൻ പെയർ വിത്ത് സൈറ്റോസിൻ, അഡിനിൻ, തൈമിൻ, അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. അപ്പോൾ തമ്മിൽ കറസ്പോണ്ടിങ് ആയത് പരസ്പരം ചേരുന്ന നൈട്രജൻ ബേസുകൾ തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ പാലൻഡ്രോം എക്സാമ്പിൾ ചോദിച്ചാൽ ഇത് എഴുതുക 5-3- and 3-5- ഈ ഒരു DNA സ്ട്രാൻഡാണ് എഴുതുന്നത്. അപ്പോൾ പാലൻഡ്രോമാണ് ഇവിടെ ഉപയോഗിക്കുന്ന ബേസ് സീക്വൻസ് എന്ന് പറയുന്നത് പാലൻഡ്രോമാണ്. മനസ്സിലല്ലോ. നെക്സ്റ്റ് വൺ അടുത്ത് പറയുന്നത് നമ്മുടെ എക്കോളജിയിലെ എക്കോസിസ്റ്റത്തിലൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ കേൾക്കുക. ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വിച്ച് ഓർഗാനിസംസ് എന്നാണ് ക്വസ്റ്റ്യൻ. ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന പാരസൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ പല ഇൻട്രാക്ഷൻസ് പഠിച്ചു. അതിലൊരു ഇൻട്രാക്ഷനാണ് പാരസിറ്റിസം. Parasitism is an interaction between parasite and host. അപ്പോൾ പാരസൈറ്റിസം ഈസ് ആൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പാരസൈറ്റ് ആൻഡ് ഹോസ്റ്റ്. നമുക്കറിയാം പാരസൈറ്റ് ആൻഡ് ഹോസ്റ്റ് എന്താണ് ഹോസ്റ്റ് സ്പെസിഫിക് ആണ്. പാരസൈറ്റ്സ് എല്ലാം തന്നെ എല്ലാ പാരസൈറ്റ്സും എല്ലാ ഹോസ്റ്റിനെയും അറ്റാക്ക് ചെയ്യാറില്ല, ഡിപ്പെൻഡ് ചെയ്യാറില്ല. ഒരു പർട്ടിക്കുലർ ഹോസ്റ്റ് മാത്രമേ പാരസൈറ്റ്സ് അറ്റാക്ക് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ ഈ പാരസൈറ്റ്സും ഹോസ്റ്റും എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്, പാരസൈറ്റ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ചില മെക്കാനിസംസ്, അഡാപ്റ്റേഷൻസ് ഹോസ്റ്റിൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതിനെ കൗണ്ടർ ആക്ട് ചെയ്യാനുള്ള അഡാപ്റ്റേഷൻസ് തിരിച്ച് പാരസൈറ്റ്സിന് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അത് എന്തിന് കാരണം, ഇവർ ഗ്രാജുവലി എവല്യൂഷന് കാരണമാകാം. അപ്പോൾ പാരസൈറ്റ് ആൻഡ് ഹോസ്റ്റ് ഇവോൾവ് മീൻസ് ഒരുമിച്ച് എവല്യൂഷനെ മാറി നടന്നുകൊണ്ടേയിരിക്കും. പാരസൈറ്റ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള മെക്കാനിസംസ് ഹോസ്റ്റിൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ മറികടക്കാൻ കൗണ്ടർ ആക്ട് ചെയ്യാനുള്ള അഡാപ്റ്റേഷൻസ് ഹോസ്റ്റിൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇതിൽ ഓൺലി ദ പാരസൈറ്റ് ഈസ് ബെനിഫിറ്റഡ്. ഇറ്റ് ഈസ് എന്താണ് റെപ്രസെൻറ്റഡ് പ്ലസ് ആൻഡ് ദ ഹോസ്റ്റ് ഈസ് ഹാംഡ്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് ഇൻട്രാക്ഷൻ ആണ്. ഓൺലി ദ പാരസൈറ്റ് ഈസ് ബെനിഫിറ്റഡ് ആൻഡ് ദ ഹോസ്റ്റ് ഈസ് ഹാംഡ്. ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഈ പാരസൈറ്റ്സിൻ്റെ പ്രത്യേകത തന്നെ നമുക്ക് ഇനി പാരസൈറ്റ്സിന് വീണ്ടും നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. എൻഡോ പാരസൈറ്റ്സ് ആൻഡ് എക്ടോ പാരസൈറ്റ്സ്. പാരസൈറ്റ്സ് ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിക്ക് പുറത്താണ് കഴിയുന്നതെങ്കിൽ അതിനെന്ത് പേര് പറയാം, എക്ടോ പാരസൈറ്റ്സ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഡോഗ്സിൻ്റെ പുറത്ത് ടിക്സ് കാണാം. ടിക്സ് മീൻസ് ചെള്ളുകൾ, പിന്നെ ലൈസ്, ഈ പേനുകൾ, ഇതൊക്കെ കാണാം. അതൊക്കെ എക്ടോ പാരസൈറ്റ്സ് ആണ്. എന്നാൽ ഹുക്ക് വേംസ്, ടേപ്പ് വേം, ഇതൊക്കെ എന്താണ് നമ്മുടെ ബോഡിക്കുള്ളിൽ കാണുന്നത്, ദേ ആർ കോൾഡ് എൻഡോ പാരസൈറ്റ്സ്. അപ്പോൾ വിത്തിൻ ദ ബോഡി ഓഫ് ഹോസ്റ്റ് ആണെങ്കിൽ എൻഡോ പാരസൈറ്റ്, ഔട്ട്സൈഡ് ദ ബോഡി ആണെങ്കിൽ എക്ടോ പാരസൈറ്റ്സ്. അതിൽ തന്നെ പാരസൈറ്റ്സിനാണെങ്കിൽ എന്ത് കാണില്ല, ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇപ്പോൾ ഹുക്ക് വേംസ് തന്നെ കാണുന്ന നോക്കുക, നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ് കാണുക. നല്ല ഡൈജസ്റ്റീവ് ഫുഡാണ് അവിടെ നിന്ന് കിട്ടുക, ന്യൂട്രീഷ്യസ് ബ്ലഡാണ് കിട്ടുക. അപ്പോൾ പിന്നെ ഡൈജഷൻ്റെ ആവശ്യമില്ല. അതാണ് ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല. പിന്നെ ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. എന്താണ് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി വളരെ കൂടുതലാണ് അതിന്, വളരെ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് കൂടുതലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ പാരസൈറ്റ്സിൻ്റെ ക്യാരക്ടേഴ്സാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയുമാണ് പാരസൈറ്റിസത്തിൽ വരുന്ന കാര്യങ്ങൾ. ഇതുപോലെ നമ്മൾ വേറെ ഇൻട്രാക്ഷൻസ് പഠിച്ചു. അപ്പോൾ ഇൻട്രാക്ഷൻസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം, നമുക്ക് ബാക്കിയുള്ള ഇൻട്രാക്ഷൻസ് ഇവിടെ നോക്കാം. അപ്പോൾ ഇത് ഒരാൾ ബെനിഫിറ്റാണ്, അടുത്ത ആൾ ഹാംഫുൾ ആണ്. നെക്സ്റ്റ് വൺ ആ ബാക്കിയുള്ള ഇൻട്രാക്ഷൻസ് ഇവിടെ നോക്കാം. ഫസ്റ്റ് വൺ ഇതാണ് പ്രഡേഷൻ നോക്കാം. ഇപ്പോൾ രണ്ട് ഓർഗാനിസംസ് ആണ് കാണുന്നത്, സ്പീഷീസ് എ ആൻഡ് സ്പീഷീസ് ബി. പ്രഡേഷനിൽ ഓൺലി ദ പ്രഡേറ്റർ ഈസ് ബെനിഫിറ്റഡ് ആൻഡ് ദ ഹോസ്റ്റ് ഈസ് ഹാംഡ്. അല്ലെ, പ്രേ ഈസ് ഹാംഡ്, ഹോസ്റ്റ് അല്ല പ്രേ. അപ്പോൾ പ്രഡേഷനിൽ പ്രഡേറ്റർ ഈസ് ബെനിഫിറ്റഡ് ആൻഡ് ദി പ്രേ ഈസ് ഹാംഡ്. ഇതും പറയാം. നെക്സ്റ്റ് വൺ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് പാരസൈറ്റിസം. പാരസൈറ്റിസത്തിൽ ഓൺലി ദ പാരസൈറ്റ് ഈസ് ബെനിഫിറ്റഡ് ആൻഡ് ദി ഹോസ്റ്റ് ഈസ് ഹാംഡ്. ഓക്കെ. നെക്സ്റ്റ് വൺ രണ്ടുപേർക്കും ഒരുപോലെ ഹാംഫുൾ ആയിട്ടുള്ളതാണ് ഇത് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ബോത്ത് ദ പാർട്ട്നേഴ്സ് ആർ മ്യൂച്വലി ഹാംഡ്. രണ്ടും മൈനസ് സിമ്പിൾസ് കൊടുക്കുക കോമ്പറ്റീഷനിൽ. അപ്പോൾ ഒരാൾ ബെനിഫിറ്റഡ് ആൻഡ് ദി അതർ ഈസ് ഹാംഡ്. രണ്ട് ഇൻട്രാക്ഷൻസ് ഉണ്ട്, പ്രിഡേഷൻ ആൻഡ് പാരസൈറ്റിസം. ബോത്ത് ദ പാർട്ട്നേഴ്സ് ഇൻവോൾവ് ആർ ഹാംഡ് ഈസ് കാൾഡ് കോമ്പറ്റീഷൻ. രണ്ടുപേർക്കും ഹാംഫുൾ ആണ്. എന്നാൽ രണ്ടുപേരും ഒരുപോലെ ബെനിഫിറ്റായിട്ട് വരുന്ന പിന്നെ ഇതുകൊണ്ട് അതിൻ്റെ പേരാണ് ഇത് മ്യൂച്വലിസം. മ്യൂച്വലിസത്തിൽ എന്തൊക്കെയാണ് വരുന്നത്, ഒരാൾ ബെനിഫിറ്റാണ്, മറ്റേ ആളും രണ്ട് പാർട്ട്നേഴ്സും ബെനിഫിറ്റാണ്. ഇതാണ് ഇത് മ്യൂച്വലിസത്തിൽ വരിക. നെക്സ്റ്റ് വൺ കമൻസാലിസം. കമൻസാലിസത്തിൽ ഒരാൾ ബെനിഫിറ്റഡ് ആണ്, മറ്റേ ആൾ നെയ്തർ ബെനിഫിറ്റഡ് നോർ ഹാംഡ്.
ഒരാൾക്ക് നേട്ടമുണ്ട്, മറ്റേ നെയ്തർ ബെനിഫിറ്റഡ് നോർ ഹാംഡ് ആണ് നെക്സ്റ്റ് വൺ കമൻസാലിസത്തിൽ വരിക. ആൻഡ് ലാസ്റ്റ് വൺ പഠിച്ചത് അമൻസാലിസാണ്. അമൻസാലിസത്തിൽ എന്താണ്, ഒരാൾക്ക് നേട്ടമില്ല, അപ്പോൾ ഒരാളെന്താണ് ഹാംഡ് ആണ്, മറ്റേ ആൾക്ക് നെയ്തർ ബെനിഫിറ്റഡ് നോർ ഹാംഡ്. അപ്പോൾ ഇൻട്രാക്ഷൻസ് നിങ്ങളൊന്ന് പഠിക്കണം. അപ്പോൾ ഇത്രയും ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റനിൽ ചിലപ്പോൾ ഈ സിമ്പിൾസ് തരുകയാണെങ്കിൽ പേരെഴുതുക, പേരാണെങ്കിൽ സിമ്പിൾസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഇൻട്രാക്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞത് പാരസൈറ്റിസത്തെ പറ്റിയാണ്. പാരസൈറ്റ്സിന് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂടുതലായിരിക്കും, ഓസ്പ്രിങ്സിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും, പിന്നെ എന്താണ് അൺനെസസറി ഓർഗൻസ് എല്ലാം പിന്നെ എന്താണ് നശിച്ചു പോയി കഴിയും. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഹോസ്റ്റുമായിട്ട് ചേർന്ന് കഴിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം മിക്കവാറും എല്ലാ പാരസൈറ്റ്സും ഹോസ്റ്റ് സ്പെസിഫിക് ആണ്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല, ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, എന്നാൽ ചില ആവശ്യമുള്ള ഓർഗൻസ് ഉണ്ട് താൻ. ഇപ്പോൾ ടേപ്വേമിനൊക്കെ ആണെങ്കിൽ സക്കേഴ്സ് അല്ലെങ്കിൽ അഡ്ഹസീവ് ഓർഗൻസ് ഉണ്ട് ടു ക്ലിങ് ഓൺ ടു ദി ബോഡി ഓഫ് ഹോസ്റ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ സഹായിക്കാനായിട്ട് ചില ഓർഗൻസ് ഉണ്ട്. അൺനെസസറി ആയിട്ടുള്ള ഓർഗൻസ് എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് ചില അഡാപ്റ്റേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഇൻട്രാക്ഷൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇത് ക്ലാമിഡോമോണസിൻ്റെ ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത്. ഇത് രണ്ട് പേര് തമ്മിൽ ഫേസ് ചെയ്യുന്ന അവിടെ കാണാം. അപ്പോൾ അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. നോർമലി അവരിലൊക്കെ എന്താ നടക്കുന്നത്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ആണ് നടക്കുക. അപ്പോൾ നോർമൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അസെക്ഷൽ മെത്തേഡാണ്. അസെക്ഷൽ മെത്തേഡ് നമ്മൾ ചില എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് ഓർഗാനിസംസ് തമ്മിൽ ഫേസ് ചെയ്യാണ്. അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതിൽ എന്താണ് പ്രോസസ്സ് എന്നാണ് ചോദിക്കുക. നമുക്കറിയാം മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ്. അപ്പോൾ അത് ഓർഗാനിസത്തിലാകുമ്പോഴത്തേക്ക് അഡ്വാൻസ് ഓർഗാനിസംസ് ലൈക്ക് മാനിലൊക്കെ ആകുമ്പോഴത്തേക്ക് സ്പേം ആൻഡ് ഓവം ആയിരിക്കാം അവർ തമ്മിൽ ഫേസ് ചെയ്യുക. പിന്നെ നമ്മൾ ബ്രയോഫൈറ്റ്സ് ഒക്കെ പഠിച്ചു. ബ്രയോഫൈറ്റ്സിലൊക്കെ വരുമ്പോഴത്തേക്ക് ആന്ത്രോസോയിഡ്സ് ഫ്യൂസ് വിത്ത് എഗ് ഇൻ ദി ആർക്കിഗോണിയം. അപ്പോൾ അങ്ങനെയൊക്കെ ഫ്യൂഷനാണ് നടക്കുക. അപ്പോൾ ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷനാണ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് എന്താണ്, ഫ്യൂഷൻ ഓഫ് ഹാപ്ലോഡ് മെയിൽ ഗമീറ്റ് വിത്ത് ഹാപ്ലോഡ് എഗ്. അതിൻ്റെ ഫ്യൂഷൻ പ്രോഡക്റ്റാണ് ഈ അവസാനം കാണുന്നത്. ദറ്റ് ഈസ് സൈഗോട്ട് ആൾവേസ് എന്തായിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കും. ആ ഡിപ്ലോയിഡ് സൈഗോട്ടാണ് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോയും ദെൻ ഓസ്പ്രിങ്സുമായിട്ട് മാറുക. അപ്പോൾ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ പ്രോസസ് എന്ന് വെച്ചാൽ എന്താ പറയുക, ഫെർട്ടിലൈസേഷൻ ആണ് ഈ പ്രോസസ്സ്. പിന്നെ നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ ഈസ് ഓഫ് 2 ടൈപ്സ്, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. വിത്തിൻ ദ ബോഡി ഓഫ് ഫീമെയിൽ ഓർഗാനിസം ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ, ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി ആണെങ്കിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. അപ്പോൾ എന്തായാലും സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റേജാണ് ഈ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സൈഗോട്ടാണ്. സൈഗോട്ട് വിൽ ബി ഡിപ്ലോയിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം 2 എക്സാമ്പിൾസ് ഫോർ മൊണീഷ്യസ് പ്ലാന്റ്സ് എന്നാണ്. മൊണീഷ്യസ് പ്ലാന്റ്സിന് എക്സാമ്പിളാണ് ചോദിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് മൊണീഷ്യസ് ആൻഡ് ഡയേഷ്യസ് നോക്കാം. മൊണീഷ്യസ് എന്ന് വെച്ചാൽ എന്താണ്, ആക്ച്വലി ഇറ്റ്സ് എ ബൈസെക്ഷൽ കണ്ടീഷൻ. ഡയേഷ്യസ് ആൻഡ് യൂണിസെക്ഷൽ കണ്ടീഷൻ. ഒരേ പ്ലാന്റിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് മൊണീഷ്യസ്. വാട്ട് ഈസ് മൊണീഷ്യസ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ പ്ലാന്റ്സ് ദാറ്റ് പ്രൊഡ്യൂസ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്. ഒരേ പ്ലാന്റിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിനെന്ത് പേര് പറയാം, മൊണീഷ്യസ് എന്ന് പറയാം. മൊണീഷ്യസ്. അപ്പോൾ മൊണീഷ്യസ് എന്ന് വെച്ചാൽ എന്താണ്, ബൈസെക്ഷൽ കണ്ടീഷനാണ്. സെയിം പ്ലാന്റിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ രണ്ട് സെപ്പറേറ്റ് പ്ലാന്റ്സിലാണെങ്കിൽ, അപ്പോൾ മെയിൽ പ്ലാന്റ് ഫീമെയിൽ പ്ലാന്റ് ഉണ്ട്, പ്ലാന്റ് തന്നെ യൂണിസെക്ഷലാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ മെയിൽ പ്ലാന്റിൽ മെയിൽ ഫ്ലവേഴ്സ് മാത്രവും ഫീമെയിൽ പ്ലാന്റിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രം പ്രൊഡ്യൂസ് ആണ്. ഇറ്റ് ഈസ് കാൾഡ് ഡയേഷ്യസ്. ഓർ മറ്റൊരു ടേം കൂടെ ഉപയോഗിക്കാം, ഹെട്രോതാലിക് എന്നും പറയാം. ഹെട്രോതാലിക്. മൊണീഷ്യസിന് മറ്റൊരു പേര് ഹോമോതാലിക് എന്നും പറയാം. അപ്പോൾ ഹോമോതാലിക് ആൻഡ് ഹെട്രോതാലിക്. വാട്ട് ഈസ് മൊണീഷ്യസ്? Presence of both male and female flowers in same plant is called monoecious or homothallic, and presence of either male or female flowers in a plant is called dioecious or heterothallic. ഈ monoecious plants ന് എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് കാര എന്ന് പറയുന്നത്. കാര എന്ന് പറയുന്ന ഒരു മറൈൻ ആൽഗയാണ്, കടലിലൊക്കെ കാണുന്ന ഒരു ആൽഗയാണ് കാര. വേറെ 2 എക്സാമ്പിൾസ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം കോക്കനട്ട് ട്രീ. കോക്കനട്ട് ട്രീയിൽ മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും ഉണ്ട്. പിന്നെ കുക്കുർബിറ്റ്സ്, നമ്മുടെ വെള്ളരി വർഗ്ഗത്തിൽപ്പെട്ട എല്ലാത്തിലും മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും ഉണ്ട്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക എക്സാമ്പിൾസ്. കാര നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ പറയുന്ന ഒരു എക്സാമ്പിളാണ്. പിന്നെ കോക്കനട്ട് ആൻഡ് കുക്കുർബിറ്റ്സ് ഇതൊക്കെ എന്താണ്, മൊണീഷ്യസ് പ്ലാന്റ് ആണ്. അപ്പോൾ വാട്ട് ഈസ് മൊണീഷ്യസ് മനസ്സിലായല്ലോ. മൊണീഷ്യസ് ഈസ് ദി പ്രസൻസ് ഓഫ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ ദി സെയിം പ്ലാന്റ്. 2 എക്സാമ്പിൾസാണ് ചോദിച്ചിരിക്കുന്നത്. കാര ഒരു എക്സാമ്പിൾ, കോക്കനട്ട്, കുക്കുർബിറ്റ്സ് ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. അതാണ് മൊണീഷ്യസ് ആൻഡ് ഡയേഷ്യസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ഗീട്ടോണോഗമി ആൻഡ് സീനോഗമിയാണ് ചോദിക്കുന്നത്. ഗീട്ടോണോഗമി ആൻഡ് സീനോഗമി.
അപ്പോൾ ഗീട്ടോണോഗമി ആൻഡ് സീനോഗമിയാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇത് രണ്ടും എന്താണെന്നറിയാലോ, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ ആണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. പോളിനേഷൻ എന്ന് വെച്ചാൽ എന്താ? ആന്തറിനുള്ളിലാണ് എന്ത് ഡെവലപ്പ് ചെയ്യുക? പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുക. ആന്തറിനുള്ളിൽ പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ പോളൻ ഗ്രെയിൻസ് ഡിഫറെൻറ്റ് ഏജൻസ് വഴി, ഏജൻസ് ഏതൊക്കെയാണ്? വിൻഡ്, വാട്ടർ, അല്ല അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് നെയിംസ് അതിന് പഠിച്ചു. വിൻഡ് പോളിനേഷൻ ഈസ് കാൾഡ് അനിമോഫിലി. വിൻഡ് പോളിനേഷൻ ഈസ് കാൾഡ് അനിമോഫിലി. Water pollination is called hydrophily. Insect pollination is called entomophily. Bird pollination is called ornithophily. And bat pollination is called chiropterophily. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻസ് ആണ് ഈ പറയുന്നത് ബേസ്ഡ് ഓൺ ദ ഏജൻറ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഏജൻസ് ഉണ്ട്. ഇത് രണ്ട് നോൺ ലിവിങ് ഏജൻസ് ആണ്, വിൻഡ് ആൻഡ് വാട്ടർ. വിൻഡ് പോളിനേഷൻ ഇസ് കാൾഡ് അനിമോഫിലി. വാട്ടർ പോളിനേഷൻ ഇസ് കാൾഡ് ഹൈഡ്രോഫിലി. ഇൻസെക്ട് പോളിനേഷൻ ഇസ് കാൾഡ് എൻഡമോഫിലി. ബേർഡ് പോളിനേഷൻ ഇസ് കാൾഡ് ഓർണിത്തോഫിലി. ആൻഡ് ബാറ്റ് പോളിനേഷൻ ഇസ് കാൾഡ് കൈറോടെറോഫിലി. ഇങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെ പോളിനേഷൻ നടക്കാം. അപ്പോൾ പോളിനേഷൻ നടക്കുമ്പോൾ അതിന് പോളിനേഷൻ നമുക്ക് അപ്പോൾ എന്തായാലും ഈ ഡിഫറെൻറ്റ് ഏജൻറ്റ്സ് വഴി ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസ് എവിടെയാണ് പതിക്കുക? സ്റ്റിഗ്മയിലാണ് പതിക്കുക. ഈ പ്രോസസ്സിനാണ് എന്ത് പേര് പറയാം? പോളിനേഷൻ എന്ന് പറയാം. അപ്പോൾ വാട്ട് ഈസ് പോളിനേഷൻ? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ ഈസ് കാൾഡ് പോളിനേഷൻ. അതിന് സഹായിക്കുന്ന ഡിഫറെൻറ്റ് ഏജൻസ് ആണ് ഈ പറയുന്നത്. വിൻഡ്, വാട്ടർ, ഇൻസെക്റ്റ്, ബേർഡ്സ് ആൻഡ് ബാറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് നെയിംസും പറയും. ഈ പോളിനേഷൻ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ. സെൽഫ് ആൻഡ് ക്രോസ് പോളിനേഷൻ. ഇനി സെൽഫ് പോളിനേഷനെ വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാണ് ഓട്ടോഗമി. രണ്ടാമത്തെ ടൈപ്പാണ് ഗീട്ടോണോഗമി. അപ്പോൾ സെൽഫ് പോളിനേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ടു, ഓട്ടോഗമി ആൻഡ് ഗീട്ടോണോഗമി. ആ ഗീട്ടോണോഗമിയും സീനോഗമിയും നമ്മൾ ഡിഫറൻസ് ആണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ഓട്ടോഗമി നോക്കാം. ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലാന്റ്, ഇപ്പോൾ ഹിബിസ്കസ് നോക്കുക, ചെമ്പരത്തി പൂവിലൊക്കെ തന്നെ അതൊരു ബൈസെക്ഷൽ ഫ്ലവറാണ്. അതിൽ തന്നെ സ്റ്റേമൻസ് ആന്ത്രം, ഓവറിയൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പോളിനേഷൻ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻസ് പറഞ്ഞു. അനിമോഫിലി, ഹൈഡ്രോഫിലി, എൻഡമോഫിലി, ഓർണിത്തോഫിലി ആൻഡ് കൈറോടെറോഫിലി. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് സെൽഫ് പോളിനേഷൻ ആണ്. സെൽഫ് പോളിനേഷൻ ടു ടൈപ്സ് പറഞ്ഞു, ഓട്ടോഗമി ആൻഡ് ഗീട്ടോണോഗമി. വാട്ട് ഈസ് ഓട്ടോഗമി? ഓട്ടോഗമി എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ഒരു ഹിബിസ്കസ് പോലുള്ള ഫ്ലവേഴ്സിലൊക്കെ ഇവിടെ എന്ത് കാണാം? ആന്തേഴ്സ് ഇവിടെ കാണാം. ആന്തേഴ്സിനകത്ത് പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്നു. എന്നാൽ മുകളിൽ അവിടെ സ്റ്റിഗ്മയും കാണാം. സ്റ്റിഗ്മ ഈസ് എ പാർട്ട് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. സ്റ്റിഗ്മ സ്റ്റൈലിൻ്റെ ഓവറി. അപ്പോൾ ഇതിലുള്ള പോളൻ ഗ്രെയിൻസ് ഇതിൽ തന്നെ പതിക്കാം. അപ്പോൾ സെയിം ഫ്ലവറിൽ തന്നെ പോളൻ ഗ്രെയിൻസ് പതിക്കുകയാണെങ്കിൽ അത്തരം സെൽഫ് പോളിനേഷൻ പറയുന്ന പേരാണ് ഓട്ടോഗമി. അപ്പോൾ വാട്ട് ഈസ് ഓട്ടോഗമി എന്ന് വെച്ചാൽ എന്ത് പറയാം? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ദി സെയിം ഫ്ലവർ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ദി സെയിം ഫ്ലവർ ഈസ് കാൾഡ് ഓട്ടോഗമി. സെയിം ഫ്ലവറിൽ തന്നെ പതിക്കുക. അങ്ങനെ സെയിം ഫ്ലവറിൽ തന്നെ പതിക്കണമെങ്കിൽ ഫ്ലവർ ഷുഡ് ബി ബൈസെക്ഷൽ. ബൈസെക്ഷൽ ഫ്ലവേഴ്സിലാണ് എന്ത് നടക്കുക? സെൽഫ് പോളിനേഷൻ ആയ ഓട്ടോഗമി നടക്കുക. എന്നാൽ നെക്സ്റ്റ് ഒന്ന് നോക്കുക, ഗീട്ടോണോഗമിയാണ്. അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഗീട്ടോണോഗമി. ഇതൊരു പ്ലാന്റ്, ഇതിലെന്താണ്? മെയിൽ ഫ്ലവേഴ്സും ഉണ്ട്, ഫീമെയിൽ ഫ്ലവേഴ്സും ഉണ്ടെന്ന്. ഇത് മെയിൽ ഫ്ലവറാണ്, ഇത് ഫീമെയിൽ ഫ്ലവറാണ്. ഓക്കെ, അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്. അപ്പോൾ ഈ പ്ലാന്റ് നമുക്കൊരു പേര് പറയാം. നേരത്തെ വേറെ ക്വസ്റ്റ്യൻ നമ്മൾ പറയും മൊണീഷ്യസ് പ്ലാന്റ് ആണത്. കാരണം മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും സെയിം പ്ലാന്റിൽ തന്നെ ഉണ്ട്. സച്ച് പ്ലാന്റ്സ് ആർ കാൾഡ് മൊണീഷ്യസ്. അപ്പോൾ ഒരേ പ്ലാന്റിൽ തന്നെയുള്ള ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് തമ്മിലാണ് പോളിനേഷൻ നടക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ഗീട്ടോണോഗമി. അപ്പോൾ എങ്ങനെ പറയാം? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഓഫ് ദി സെയിം പ്ലാന്റ്. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഓഫ് ദി സെയിം പ്ലാന്റ്. സെയിം പ്ലാന്റ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് എന്തായിരിക്കും? മൊണീഷ്യസ് പ്ലാന്റ് ആയിരിക്കും, ബൈസെക്ഷൽ പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ ഗീട്ടോണോഗമി ചോദിച്ചെന്ത് പറയുക? ഗീട്ടോണോഗമി ഈസ് എ ടൈപ്പ് ഓഫ് സെൽഫ് പോളിനേഷൻ. അവിടെ എങ്ങനെ പോളിനേഷൻ നടക്കുക? ഒരേ ചെടിയിൽ തന്നെയുള്ള വ്യത്യസ്ത പൂക്കളിലാണ് പോളിനേഷൻ നടക്കുക. നെക്സ്റ്റ് ഒന്ന് പറയുന്നത് സീനോഗമിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ക്രോസ് പോളിനേഷൻ്റെ മറ്റ് രണ്ട് പേരുകളിലൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. അതാണ് ഒന്ന് സീനോഗമി, മറ്റൊന്ന് അല്ലോഗമി. ക്വസ്റ്റ്യനിൽ എപ്പോഴും ഈ പുതിയ ടേംസ് ആയിരിക്കും ചോദിക്കുക. അല്ലോഗമി ഓർ സീനോഗമി എന്ന് പറയുന്ന ടേംസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സീനോഗമി അത് നടക്കുന്നത് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആണ്. നോക്കുക, ഇവിടെ ഇതൊരു പ്ലാന്റ്, ഇത് മെയിൽ പ്ലാന്റ് ആണ്. മെയിൽ പ്ലാന്റ് ആകുമ്പോൾ മെയിൽ ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് മറ്റൊരു പ്ലാന്റ്,
ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഇങ്ങനെയാണ് പോളിനേഷൻ നടക്കുക. അപ്പോൾ എന്താ പറയുക, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. വ്യത്യസ്ത ചെടികളിലുള്ള വ്യത്യസ്ത പൂക്കളിലാണ് പോളിനേഷൻ നടക്കുന്നതെങ്കിൽ അതിനാണ് എന്ത് പേര് പറയുക, സീനോഗമി എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ഗീട്ടോണോഗമി ആൻഡ് സീനോഗമി എന്നായിരുന്നു. ഇതാണ് ഗീട്ടോണോഗമി. എന്താണ് വാട്ട് ഇസ് ഗീട്ടോണോഗമി? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഓഫ് സെയിം പ്ലാന്റ്. ഇവിടെയാണെങ്കിൽ സെയിം പ്ലാന്റ് അല്ല, ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആണ്, ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ആണ്. അപ്പോൾ ഇത് ഒരേ ചെടികളുടെ വ്യത്യസ്ത പൂക്കളിലും ഇത് വ്യത്യസ്ത ചെടികളിലുള്ള പൂക്കളിലുമാണ് പതിക്കുന്നത്. ഇറ്റ് ഈസ് കാൾഡ് സീനോഗമി. അപ്പോൾ അതാണ് ആട്ടോഗമി, ഗീട്ടോണോഗമി ആൻഡ് സീനോഗമി. സീനോഗമി ഈസ് കാൾഡ് ക്രോസ് പോളിനേഷൻ ഓർ മറ്റൊരു പേര് അല്ലോഗമി എന്നും പറയാം. അപ്പോൾ ഇത് മനസ്സിലായില്ല, പോളിനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പോളിനേഷൻ എന്ന് പറയുന്നത് ഏതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ, ഫെർട്ടിലൈസേഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? പോളിനേഷൻ ആണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈവൻസ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻ്റ് ആണ്. പ്രീ ഫെർട്ടിലൈസേഷന് 2 സ്റ്റേജസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഗെമിറ്റോജെനസിസ് മീൻസ് ഗെമീറ്റ് ഫോർമേഷൻ, സെക്കൻഡ് വൺ ഗെമീറ്റ് ട്രാൻസ്ഫർ. ആ ഗെമീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന പ്രോസസ്സാണ് പോളിനേഷൻ. അങ്ങനെ ഫീമെയിൽ പ്ലാന്റിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് അടുത്ത ഈവൻറ്റിലേക്ക് പോവുക, ഫെർട്ടിലൈസേഷൻ ഇവൻ്റ്. അവിടെയാണ് ഫ്യൂഷൻ നടക്കുക. ഓക്കെ, ആൻഡ് തേർഡ് ഇവൻ്റ് അറിയാമല്ലോ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻ്റ് ആണ്. അവിടെ സൈഗോട്ട് ഫോർമേഷൻ ആൻഡ് എംബ്രിയോജൻസ് ആണ് അവിടെ വരുന്നത്. ഒക്കെ പോട്ടെ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഓർത്ത് വയ്ക്കുക, ഗീട്ടോണോഗമി ആൻഡ് സീനോഗമി. ഗീട്ടോണോഗമി ഈസ് എ ടൈപ്പ് ഓഫ് സെൽഫ് പോളിനേഷൻ. അത് ഒരേ ചെടിയിലെ വ്യത്യസ്ത പൂക്കളിലാണ് നടക്കുക. ഇവിടെയാണെങ്കിൽ 2 വ്യത്യസ്ത ചെടികളിൽ തന്നെയാണ് നടക്കുക. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഓഫ് ദി ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. ഇവിടെയാണെങ്കിൽ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഓഫ് ദി സെയിം പ്ലാന്റ്. ഇതാണ് ഓട്ടോഗമി ആൻഡ് ഗീട്ടോണോഗമിയും പിന്നെ സീനോഗമി ഓർ അല്ലോഗമി ഓർ ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ പറഞ്ഞ എല്ലാം എന്താണെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻസ് ആണ്. അനിമോഫിലി, ഹൈഡ്രോഫിലി, എൻഡമോഫിലി, ഓർണിത്തോഫിലി ആൻഡ് കൈറോടെറോഫിലി. ഇങ്ങനെ പറയുന്ന ബേസ്ഡ് ഓൺ ഏജൻസ് നമുക്ക് പോളിനേഷൻ ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് ഈ പറഞ്ഞാൽ ഇതെല്ലാം ക്രോസ് പോളിനേഷൻ ആണ്, അനിമോഫിലിയൊക്കെ. അതിൽ തന്നെ ഓർത്ത് നോക്കുക, വിൻഡ് ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്, നോൺ ലിവിങ് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ അത്തരം ഫ്ലവേഴ്സിലാണ് എന്തില്ലാത്ത നെക്ടർ ഉണ്ടാകില്ല, പിന്നെ അട്രാക്റ്റീവ് കളർ ഉണ്ടാകില്ല, സെൻഡ് അല്ലേ, സെൻഡ് മീൻസ് ഗന്ധം, സുഗന്ധം, ഫൗൾ സ്മെല്ലോ പ്ലസൻറ്റ് സ്മെല്ലോ ഒന്നും ഉണ്ടാകില്ല. ഇപ്പോൾ ബേർഡ് പോളിനേഷൻ ആണെങ്കിൽ എന്താണ്? ബേർഡ് പോളിനേഷനിൽ എന്ത് മാത്രമേ കാണുള്ളൂ? അവർ അട്രാക്റ്റീവ് കളർ കണ്ടിട്ടാണ് വരിക, മനസ്സിലായില്ലേ? അതിന് സ്മെല്ലുണ്ടാവില്ല. എന്നാൽ എൻഡമോഫിലിയിലാണെങ്കിൽ എന്ത് കാണും? അവിടെ ഈ അട്രാക്റ്റീവ് കളർ, സെൻഡ്, നെക്ടർ ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സ് കൂടെ പഠിക്കണം നമ്മൾ. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ഗീട്ടോണോഗമി ആൻഡ് സീനോഗമി ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് എംബ്രിയോ എന്നാണ് ക്വസ്റ്റ്യൻ. ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് എംബ്രിയോ തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ചോദിക്കുന്നത്. നമുക്ക് ഡൈക്കോട്ട് എംബ്രിയോ എന്ന് പറയുമ്പോൾ ഡൈക്കോട്ടിൽ കാണുന്ന എംബ്രിയോയുടെ പ്രത്യേകതകൾ, ഏറ്റവും മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ടിലും മോണോക്കോട്ടിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഡൈക്കോട്ടിൽ 2 കോട്ടിലൻസ് കാണുന്നു അല്ലേ? 2 ഡിഫറൻസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2 കോട്ടിലൻസ് കാണാം. മോണോക്കോട്ടിൽ എത്ര കോട്ടിലൻ? സിംഗിൾ കോട്ടിലൻ മാത്രമേ ഉള്ളൂ, ഒറ്റ കോട്ടിലൻ മാത്രമേ കാണുന്നുള്ളൂ. അതിൽ തന്നെ ഓർത്ത് വയ്ക്കുക, മോണോക്കോട്ടിലെ ഗ്രാസ് വർഗ്ഗത്തിൽപ്പെട്ട കോട്ടിലിനെ പറയുന്ന പേര് സ്ക്യൂട്ടല്ലം എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വേർഡാണ് സ്ക്യൂട്ടല്ലം. അപ്പോൾ കോട്ടിലൻ ഇൻ ഗ്രാസ് ഫാമിലി എന്ന് പറയുന്നത് മോണോക്കോട്ട്സ് ആണ്. അപ്പോൾ മോണോക്കോട്ട്സിൽ കാണുന്ന അത് ഒരു എംബ്രിയോയുടെ ഒരു ലാറ്ററൽ സൈഡിലാണ് വരിക. അത് ഇറ്റ് ഈസ് കാൾഡ് സ്ക്യൂട്ടല്ലം. ഇവിടെയാണെങ്കിൽ 2 കോട്ടിലൻസ് കാണുന്നു. പിന്നെ വേറെ എന്തൊക്കെയാണ്? 2 കോട്ടിലൻസ് കാണുന്നു, എംബ്രിയോ ഉണ്ട്, പിന്നെ എംബ്രിയോണൽ ആക്സിസ് കാണുന്നു. എന്തുണ്ട്? എംബ്രിയോണൽ ആക്സിസ്. പിന്നെ വേറെ ഉള്ളത് റാഡിക്കിൾ ആൻഡ് പ്ലിമ്യൂൾ ആണ്. റാഡിക്കിൾ ആൻഡ് പ്ലിമ്യൂൾ കാണപ്പെടുന്നുണ്ട്. റാഡിക്കിൾ ആൻഡ് പ്ലിമ്യൂൾ. അപ്പോൾ ഡൈക്കോട്ട് എംബ്രിയോയ്ക്കുള്ളിൽ ഒരു എംബ്രിയോ കാണുന്നു, 2 കോട്ടിലൻസ് ഉള്ളതുകൊണ്ടാണ് ഡൈക്കോട്ട് ആയത് തന്നെ. പിന്നെ ഒരു എംബ്രിയോണൽ ആക്സിസ് കാണുന്നു, അതിൻ്റെ 2 സൈഡിലായിട്ട് റാഡിക്കിൾ ആൻഡ് പ്ലിമ്യൂൾ കാണുന്നു. നമുക്ക് റാഡിക്കിൾ ഡെവലപ്സ് ഇൻറ്റു റൂട്ട് സിസ്റ്റം ആൻഡ് പ്ലിമ്യൂൾ ഡെവലപ്സ് ഇൻറ്റു ഷൂട്ട് സിസ്റ്റം. ഇവിടെയും ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. റാഡിക്കിൾ ഉണ്ട്, പ്ലിമ്യൂൾ ഉണ്ട്, പിന്നെ എംബ്രിയോണൽ ആക്സിസ് ഒക്കെ ഉണ്ട്. പക്ഷേ റാഡിക്കിളിനെ ഇവിടെ മോണോക്കോട്ടിൽ റാഡിക്കിളിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഷീത്ത് ലൈക്ക് സ്ട്രക്ചർ കാണുന്നു. ഇറ്റ് ഈസ് കാൾഡ് കോളിയോറൈസ. പിന്നെ പ്ലിമ്യൂളിനെ കവർ ചെയ്തുകൊണ്ടും ഒരു ഷീത്ത് ലൈക്ക് സ്ട്രക്ചർ കാണുന്നു. ഇറ്റ് ഈസ് കാൾഡ് കോളിയോപ്റ്റൈൽ. അപ്പോൾ കോളിയോപ്റ്റൈൽ ആൻഡ് കോളിയോറൈസ. അപ്പോൾ റാഡിക്കിൾ ഈസ് കവേർഡ് ബൈ എ ഷീത്ത് കാൾഡ് കോളിയോറൈസ ആൻഡ് പ്ലിമ്യൂൾ ഈസ് കവേർഡ് ബൈ എ ഷീത്ത് കാൾഡ് കോളിയോപ്റ്റൈൽ. ദീസ് 2 സ്ട്രക്ചേഴ്സ് ആർ ആബ്സെൻറ്റ് ഇൻ ഡൈക്കോട്ട് എംബ്രിയോ. അപ്പോൾ അതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഓർത്ത് വയ്ക്കുക. അതുപോലെ സ്ക്യൂട്ടല്ലം എന്ന് പറയുന്ന ഡൈക്കോട്ടിലില്ല. മോണോക്കോട്ടിലെ കോട്ടിലിനെ പറയുന്ന പേരാണ് സ്ക്യൂട്ടല്ലം എന്ന് പറയുന്നത്. ഇവിടെ ഡൈക്കോട്ടിലാകുമ്പോൾ 2 കോട്ടിലൻസ് കാണുന്നു, ഇവിടെ സിംഗിൾ കോട്ടിൽ മാത്രമേ ഉള്ളൂ. പിന്നെ എംബ്രിയോണൽ ആക്സിസ്, റാഡിക്കിൾ ആൻഡ് പ്ലിമ്യൂളൊക്കെ ഉണ്ട്. ഇവിടെ റാഡിക്കിളും പ്ലിമ്യൂളുണ്ട്. പക്ഷേ ഇൻ മോണോക്കോട്ട് റാഡിക്കിൾ ആൻഡ് പ്ലിമ്യൂൾ ആർ കവേർഡ് ബൈ കോളിയോറൈസ ആൻഡ് കോളിയോപ്റ്റൈൽ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അത്രയാണ് മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് എംബ്രിയോ എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എൻഡോസ്പേം ഈസ് ദ ന്യൂട്രീറ്റീവ് ടിഷ്യൂ ഫോർ ദ ഗ്രോയിങ് എംബ്രിയോ. നമുക്കറിയാം എൻഡോസ്പേം എന്ന് പറയുന്ന ഒരു ന്യൂട്രീറ്റീവ് ടിഷ്യൂ ആണ്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് റൈറ്റ് ഡൗൺ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എൻഡോസ്പേം, പിന്നെ മറ്റൊന്ന് വാട്ട് ഈസ് ദ പ്ലോയിഡി ഓഫ് എൻഡോസ്പേം. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സ് പറയുമ്പോൾ എൻഡോസ്പേമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ ആദ്യം ഡബിൾ ഫെർട്ടിലൈസേഷനെ കുറിച്ച് പറയണം. ഡബിൾ ഫെർട്ടിലൈസേഷൻ നമുക്കറിയാം എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് 8 ന്യൂക്ലിയേറ്റ് ആണ്. എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് 8 ന്യൂക്ലിയേറ്റ് ആണ്. നടുവിൽ 2 ന്യൂക്ലിയസുകൾ കാണുന്നു. ഇറ്റ് ഈസ് കാൾഡ് പോളാർ ന്യൂക്ലിയൈ ഓർ സെക്കൻഡറി ന്യൂക്ലിയൈ എന്ന് പറയാം. പോളാർ ന്യൂക്ലിയൈ ഓർ സെക്കൻഡറി ന്യൂക്ലിയൈ. പിന്നെ താഴെയുള്ളത് എഗ് അപ്പാരറ്റസ് ആണ്. അതിൽ തന്നെ നടുവിൽ ഒരു എഗ്ഗും സൈഡിലായിട്ട് 2 സൈനർ ഗിഡ്സും കാണുന്നുണ്ട്. 2 സൈഡിൽ കാണുന്നവയുടെ പേരാണ് സൈനർ ഗിഡ്സ്. പിന്നെ മുകളിൽ 3 ന്യൂക്ലിയൈ കാണുന്നുണ്ട്. ദേ ആർ കാൾഡ് ആൻറ്റിപോഡൽസ്. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ കാണുന്നത് ഒരു എംബ്രിയോ സാക്കിനകത്തുള്ളത്. അപ്പോൾ എംബ്രിയോ സാക്കിന് മുകളിലത്തെ റീജിയനെ പറയുന്നത് ചലാസൽ റീജിയനിൽ 3 ന്യൂക്ലിയൈ കാണുന്നു, പേര് ആൻറ്റിപോഡൽസ്. എംബ്രിയോ സാക്കിന് നടുവിലായിട്ട് കാണുന്ന പോളാർ ന്യൂക്ലിയൈ ഓർ സെക്കൻഡറി ന്യൂക്ലിയൈ ആണ്. പോളാർ ന്യൂക്ലിയൈ ഓർ സെക്കൻഡറി ന്യൂക്ലിയസ് ആണ്. പിന്നെ താഴെയുള്ളത് ഏതാണ്? എഗ് അപ്പാരറ്റസ്. അത് എഗ് അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് സെൻട്രൽ എഗ് ആൻഡ് 2 സൈനർ ഗിഡ്സ് ഓൺ either സൈഡ്സ്. ഇനി ഇതിൽ ഓർത്ത് വയ്ക്കാനുള്ള എല്ലാത്തിലും പ്ലോയിഡ് ചോദിക്കുന്നത്. പ്ലോയിഡ് മീൻസ് ഹാപ്ലോയിഡ് ഓർ ഡിപ്ലോയിഡ് ഓർ എന്താണ് ട്രിപ്ലോയിഡ് ഒക്കെ ചോദിക്കുന്നതാണ് പ്ലോയിഡ് എന്ന് പറയുന്നത്. അതിൽ ഓർത്ത് വയ്ക്കുക എഗ് എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. സെക്കൻഡറി ന്യൂക്ലിയസ് എപ്പോഴും ഡിപ്ലോയിഡ് ആയിരിക്കും. ആൻറ്റിപോഡൽസും ഹാപ്ലോയിഡ് ആണ്. എംബ്രിയോ സാക്കും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, ഈ രണ്ടെണ്ണം ഓർത്ത് വയ്ക്കുക. സെക്കൻഡറി ന്യൂക്ലിയസ് ഈസ് ഓൾവേസ് ഡിപ്ലോയിഡ് ആൻഡ് എഗ് ഈസ് ഹാപ്ലോയിഡ്. അപ്പോൾ നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ പറയാം പോളിനേഷന് ശേഷം ഒരു പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്ത് താഴേക്ക് വരുന്നുണ്ട്. ആ പോളൻ ട്യൂബിലൂടെയാണ് ആര് വരിക? മെയിൽ ഗമീറ്റ്സ് വരിക. അപ്പോൾ 2 മെയിൽ ഗമീറ്റ്സ് ആണ് വരിക. ഈ മെയിൽ ഗമീറ്റുകൾ രണ്ടും തന്നെ ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ 2 മെയിൽ ഗമീറ്റ് എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. ഓർത്ത് വെക്കുക. അപ്പോൾ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഒരു പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്യുന്നു. പോളൻ ട്യൂബ് ഏത് സ്റ്റൈലിലൂടെ താഴെ എത്തി ഓപ്പണിംഗ് ഓഫ് ദി ഓവിലെത്തുന്നു. ഓപ്പണിംഗ് ഓഫ് ദി ഓവിൽ ഈസ് കാൾഡ് മൈക്രോപൈൽ. ആ മൈക്രോപൈലിലൂടെ എംബ്രിയോ സാക്കിനകത്ത് കടന്നിട്ടാണ് ഇവിടെ ഫ്യൂഷൻ നടക്കേണ്ടത്. അപ്പോൾ 2 ഹാപ്ലോയിഡ് മെയിൽ ഗമേറ്റ്സ് ആണുള്ളത്. ഈ 2 ഹാപ്ലോയിഡ് മെയിൽ ഗമേറ്റ്സിൽ ഒരാൾ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. നമുക്കിപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? ഹാപ്ലോയിഡ് മെയിൽ ഗമേറ്റ് ഫ്യൂസസ് വിത്ത് ഹാപ്ലോയിഡ് എഗ്. അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് സൈഗോട്ടാണ്. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സിംഗമി. അപ്പോൾ വാട്ട് ഈസ് സിംഗമി എന്ന് വെച്ചാൽ എന്ത് പറയാം? ഹാപ്ലോയിഡ് മെയിൽ ഗമേറ്റ് ഫ്യൂസസ് വിത്ത് ഹാപ്ലോയിഡ് എഗ് ടു ഫോം ഡിപ്ലോയിഡ് സൈഗോട്ട്. ദാറ്റ് ഈസ് കാൾഡ് സിംഗമി. ഓക്കെ. അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷനിൽ ഒന്നാമത്തെ ഫ്യൂഷൻ എന്ന് പറയുന്നത് സിംഗമിയാണ്. 2 ഹാപ്ലോയിഡിൽ ഒന്നാണ് ഇവിടെ ഫ്യൂസ് ചെയ്തത്. ബാക്കി റിമൈനിങ് ഒരു ഹാപ്ലോയിഡ് മെയിൽ ഗമേറ്റ് ഉണ്ട്. ദ റിമൈനിങ് ഹാപ്ലോയിഡ് മെയിൽ ഗമേറ്റ് ഫ്യൂസസ് വിത്ത് ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസ്. അപ്പോൾ റിമൈനിങ് ഹാപ്ലോയിഡ് മെയിൽ ഗമേറ്റ് ഫ്യൂസസ് വിത്ത് ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസ്. ഈ ഡിപ്ലോയിഡും ഹാപ്ലോയിഡും കൂടെ ചേരുമ്പോൾ എന്തായിട്ട് മാറുന്നു? ട്രിപ്ലോയിഡ് ആയിട്ട് മാറും. ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ട് മാറി. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഈ ഫ്യൂഷനെ പറയുന്ന പേര് ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ്. ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷനിലുള്ള 2 ഫ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെക്ഷൽ ഫ്യൂഷൻസ് ഏതൊക്കെയാണ്? വൺ ഈസ് കാൾഡ് സിംഗമി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കാൾഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. ദീസ് 2 ഫ്യൂഷൻസ് ടുഗദർ കാൾഡ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ആൻജിയോസ്പേംസിൽ എല്ലാം എന്ത് നടക്കുന്നുണ്ട്? ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. കാരണം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് ആൻജിയോസ്പേംസ് ഇൻവോൾവ്സ് 2 സെക്ഷൽ ഫ്യൂഷൻസ് ലൈക്ക് സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. What is syngamy? Fusion of haploid male gamete with a haploid egg to form diploid zygote. Next one, triple fusion. Fusion of haploid male gamete with a diploid secondary nucleus to form triploid primary endosperm nucleus. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എൻഡോസ്പേം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ചോദിച്ചത്. അപ്പോൾ ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആണ് ട്രിപ്പിൾ ഫ്യൂഷൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഷോർട്ട്ലി എന്ന് പറയുന്നത് PEN എന്ന് പറയും, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അത് റിപ്പീറ്റഡ്ലി ഡിവൈഡ് ചെയ്ത് ഒരു മൾട്ടി സെല്ലുലാർ സ്ട്രക്ചറായിട്ട് മാറുന്നു. ദാറ്റ് സ്ട്രക്ചർ ഈസ് കാൾഡ് എൻഡോസ്പേം. That structure is called endosperm. എൻഡോസ്പേമിൻ്റെ പ്ലോയിഡി ചോദിച്ചിട്ടുണ്ട്, മീൻസ് നമ്പർ ഓഫ് ക്രോമസോംസിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ട്രിപ്ലോയിഡ് ആണ്. ആ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് തന്നെയാണ് എന്തായിട്ട് മാറുക? എൻഡോസ്പേമായിട്ട് മാറുക. അപ്പോൾ എൻഡോസ്പേമിൻ്റെ പ്ലോയിഡി എന്താണ്? ട്രിപ്ലോയിഡ് ആയിരിക്കും. എൻഡോസ്പേമിൻ്റെ പ്ലോയിഡി ട്രിപ്ലോയിഡ് ആയിരിക്കും. ഇവിടെ പറയുന്നത് എഗ് ഹാപ്ലോയിഡ് ആണ്, സെക്കൻഡ് ന്യൂക്ലിയസ് ഡിപ്ലോയിഡ് ആണ്, എൻഡോസ്പേം ട്രിപ്ലോയിഡ് ആയിരിക്കും. കാരണം പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡ് ആയതുകൊണ്ട് എൻഡോസ്പേം ട്രിപ്ലോയിഡ് തന്നെ. ഇനി ഈ എൻഡോസ്പേം ഡെവലപ്മെൻ്റ് ആണ് 2 തരത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ന്യൂക്ലിയർ ടൈപ്പ്,
മറ്റൊരു ടൈപ്പ് സെല്ലുലാർ ടൈപ്പ്. ന്യൂക്ലിയർ ടൈപ്പ് ആൻഡ് സെല്ലുലാർ ടൈപ്പ്, ഇങ്ങനെ 2 ടൈപ്പിലാണ് എൻഡോസ്പേം ഡെവലപ്പ് ചെയ്യുക. ആ എൻഡോസ്പേമാണ് ഇനി നോക്കുക. എൻഡോസ്പേം അവിടെ നിൽക്കട്ടെ. എൻഡോസ്പേം ഈസ് എ ന്യൂട്രിറ്റീവ് ടിഷ്യൂ. ആർക്ക് വേണ്ടുന്ന ഈ സൈഗോട്ട് സിംഗിൾ സെൽ ആൻഡ് ഡബിൾ ഡിപ്ലോയിഡ് സൈഗോട്ട്. ഈ സൈഗോട്ട് പിന്നീട് എന്തായിട്ട് മാറുന്നു? എംബ്രിയോ ആയിട്ട് മാറുന്നു. സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് എംബ്രിയോജെനസിസ്. ആ ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് കൊടുക്കുന്ന ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ് എൻഡോസ്പേം. വാട്ട് ഈസ് എൻഡോസ്പേം? Endosperm is a nutritive tissue that provide nutrients to the embryo. Developing embryoയ്ക്ക് വേണ്ടുന്ന സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്ന പ്രോസസ്സിന്, എംബ്രിയോജെനസിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് കൊടുക്കുന്നത് ആരാണ്? എൻഡോസ്പേം ആണ്. എൻഡോസ്പേം വാസ് ഡെവലപ്ഡ് ഫ്രം പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടായ പ്രോസസ്സ് ട്രിപ്പിൾ ഫ്യൂഷൻ. ട്രിപ്പിൾ ഫ്യൂഷൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ സെക്കൻഡ് സെക്ഷൽ ഫ്യൂഷനാണ്. അപ്പോൾ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡ് ആയതുകൊണ്ട് തന്നെ എൻഡോസ്പേം ട്രിപ്ലോയിഡ് ആയിരിക്കും. അതാണ് ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ. റൈറ്റ് ദ പ്ലോയിഡി ഓഫ് എൻഡോസ്പേം എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അത് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കുക ഡബിൾ ഫെർട്ടിലൈസേഷൻ ഓർത്ത് വയ്ക്കുക. ഡബിൾ ഫെർട്ടിലൈസേഷൻ 2 ഫ്യൂഷൻസ് ചോദിച്ചാൽ സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. സിംഗമിയുടെ പ്രോഡക്റ്റ് സൈഗോട്ട്. സൈഗോട്ട് ലേറ്റർ ഡെവലപ്സ് ഇൻറ്റു എംബ്രിയോ. ട്രിപ്പിൾ ഫ്യൂഷൻ്റെ പ്രോഡക്റ്റ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ലേറ്റർ ഡെവലപ്സ് ഇൻറ്റു എൻഡോസ്പേം. എൻഡോസ്പേം ഈസ് എ ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഫോർ എംബ്രിയോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദി എക്സ്പാൻഡഡ് ഫോം ഓഫ് SCP. SCPയുടെ എക്സ്പാൻഡഡ് ഫോമാണ് ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. SCPയുടെ എക്സ്പാൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. SCP മീൻസ് സിംഗിൾ സെൽ പ്രോട്ടീൻ. സിംഗിൾ സെൽ പ്രോട്ടീൻ ഇത് എന്തോട്ട് നമ്മുടെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചതാണ്. സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ കൺവെൻഷണൽ മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് വളരെയധികം എക്സ്പെൻസീവാണ് അല്ലേ. നിലമൊരുക്കുന്നതിൽ പല പല പ്രോസസ്സുകളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മുടെ ഫുഡ് പ്രൊഡക്ഷനൊക്കെ നടക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ന്യൂട്രിയൻറ്റീവായിട്ടുള്ള മൈക്രോബ്സിനെ വളർത്തുക, ഫുഡായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതിന് പറയുന്ന പേരാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ. സിംഗിൾ സെൽ മീൻസ് യൂണിസെല്ലുലാർ, ദറ്റ് ഈസ് മൈക്രോബ്സ്. മൈക്രോബ്സിനെ ഫുഡിന് വേണ്ടിയിട്ട് വളർത്തുക. നമ്മൾ ഫുഡിലൊക്കെ ചേർക്കുന്ന ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഈസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് SCP എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അല്ല മഷ്റൂംസ് ഉപയോഗിക്കാറുണ്ട്. മഷ്റൂംസ് വളർത്താറുണ്ട്. മൾട്ടി സെല്ലറാണ്, പക്ഷേ അത് ധാരാളം ന്യൂട്രിറ്റീവ് ക്വാളിറ്റി ഉള്ളതാണ്. ഇവിടെ വാട്ട് ഈസ് സിംഗിൾ സെൽ പ്രോട്ടീൻ വെച്ചാൽ ഇങ്ങനെ പഠിക്കുക. സിംഗിൾ സെൽ പ്രോട്ടീൻ ഈസ് ദി പ്രോട്ടീൻ എൻറിച്ച്ഡ് മൈക്രോബിയൽ ബയോമാസ്. SCP is the single cell protein. It is the protein enriched microbial biomass. മൈക്രോബിയൽ ബയോമാസിനെയാണ് നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കുക, മൈക്രോബ്സിനെ ഉപയോഗിക്കുക. അതിനൊരു എക്സാമ്പിളാണ് സ്പൈറുലിന എന്ന് പറയുന്ന പ്ലാന്റ്. സ്പൈറുലിന അക്വാട്ടിക് ആൽഗയാണ് നമ്മൾ പഠിച്ചു. അത് ന്യൂട്രിറ്റീവ് കണ്ടന്റ് ഉള്ളതാണ്. ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് ഫുഡിലൊക്കെ ചേർക്കാനായിട്ട് കണ്ട് ഉപയോഗിക്കുന്നതാണ് ഇത് സ്പൈറുലിന എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് SCP, സിംഗിൾ സെൽ പ്രോട്ടീൻ. അപ്പോൾ നമുക്ക് എന്തിന് പകരമായിട്ട് കൺവെൻഷണൽ മെത്തേഡ് ഓഫ് അഗ്രികൾച്ചറിന് പരിഹാരമായിട്ട് നമുക്ക് എക്സ്പെൻസ് കുറച്ചുകൊണ്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. എന്നാൽ സാധാരണ ഫുഡിൽ നിന്ന് കിട്ടേണ്ട എത്ര ന്യൂട്രിയൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതാണ് പ്രോട്ടീൻ എൻറിച്ച്ഡ് മൈക്രോബിയൽ ബയോമാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൾഡ് സിംഗിൾ സെൽ പ്രോട്ടീൻ. ഓക്കെ, ഇതാണ് SCP എന്ന് പറയുന്നത്. ഇത് ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ മെത്തേഡ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് 2 എക്സാമ്പിൾസ് ഫോർ സീഡ്സ് ഇൻ വിച്ച് പെരിസ്പേം ഈസ് ഒബ്സർവ്ഡ്. പെരിസ്പേം കാണുന്ന പ്ലാന്റ്സ് 2 എക്സാമ്പിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം പെരിസ്പേം എക്സാമ്പിൾ പറയുന്നതിനായിട്ട് പെരിസ്പേം എന്താണെന്ന് നോക്കാം. പെരിസ്പേം ആരാണ് പെരിസ്പേമായി മാറുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞതുള്ള എംബ്രിയോസാക്ക് ആൻജിയോസ്പേംസിൽ ഇങ്ങനെ എംബ്രിയോസാക്കാണ്. എംബ്രിയോസാക്ക് എത്ര ന്യൂക്ലിയേറ്റ് ആണെന്ന് പറയും? 8 ന്യൂക്ലിയേറ്റ് ആണെന്നും പറഞ്ഞു. അത് ഏതൊക്കെയാണെന്നൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. ഈ എംബ്രിയോസാക്കിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഉണ്ട്. എംബ്രിയോസാക്കിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഉണ്ട്. ഈ ന്യൂട്രിറ്റീവ് ടിഷ്യൂവിൻ്റെ പേര് ന്യൂസെല്ലസ് എന്നാണ് പേര്. അപ്പോൾ ഇത് ഓവിയിലുള്ള ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ് ന്യൂസെല്ലസ്.
ഈ ന്യൂസെല്ലസ് ആണ് ഈ ഓവിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് മെഗാസ്പോറോജെൻസിസ് നമ്മൾ പഠിച്ചു, അതിലൂടെയാണ് ഓവിൽ ഡെവലപ്പ് ചെയ്യുക, മെഗാസ്പോറോജെൻസ് എന്ന പ്രോസസ്സിലൂടെ. അപ്പോൾ മെഗാസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്ത് ഇതായിട്ട് ലീനിയർ ടെട്രാഡൊക്കെ ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. എംബ്രിയോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. ഈ മെഗാസ്പോർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടുന്ന ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ് ന്യൂസെല്ലസ്. അപ്പം നോർമലി പ്ലാന്റ്സിൽ എന്ത് പറ്റുന്നു, ഓവ്യൂൾ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ന്യൂസെല്ലസ് ഉപയോഗിച്ച് തീരുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചില പ്ലാന്റ്സിൽ എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും ന്യൂസെല്ലസ് അവിടെ ബാക്കി ഉണ്ടാകാം. ആ പെർസിസ്റ്റൻ്റ് മീൻസ് നിലനിൽക്കുന്ന ബാക്കി വരുന്ന ന്യൂസെല്ലസിനെ പറയുന്ന പേരാണ് പെരിസ്പേം. അപ്പോൾ വാട്ട് ഈസ് ന്യൂസെല്ലസ് എന്ന് ആദ്യം ഓർക്കുക. ന്യൂസെല്ലസ് ഈസ് ദ ന്യൂട്രിറ്റീവ് ടിഷ്യൂ. ന്യൂസെല്ലസ് ഈസ് ദ ന്യൂട്രിറ്റീവ് ടിഷ്യൂ. ആർക്ക് ന്യൂട്രിയൻസ് കൊടുക്കുന്നു? എംബ്രിയോ സാക്കിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ് ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. ഈ ന്യൂസെല്ലസ് നോർമൽ കേസിൽ എന്ത് ചെയ്യും, ആസ് ദി എംബ്രിയോ ഡെവലപ്സ് ന്യൂസെല്ലസ് കൺസ്യൂം ചെയ്ത് തീരുകയാണ് പതിവ്. എന്നാൽ ചില പ്ലാന്റ്സിൽ ഈവൻ ആഫ്റ്റർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ സാക്ക് ന്യൂസെല്ലസ് മേ പെർസിസ്റ്റ്. ന്യൂസെല്ലസ് അവിടെ തന്നെ നിൽക്കാം. ആ പെർസിസ്റ്റ് ചെയ്യുന്ന റംനന്റ് ന്യൂസെല്ലസിനെ പറയുന്ന പേരാണ് പെരിസ്പേം. അപ്പോൾ വാട്ട് ഈസ് പെരിസ്പേം ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? റംനന്റ് പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ്. റംനന്റ് മീൻസ് റിമൈൻ ചെയ്യുന്ന, ബാക്കി വരുന്ന റംനന്റ് പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ഈസ് കാൾഡ് പെരിസ്പേം. നമുക്ക് ഇവിടെയുള്ള എക്സാമ്പിൾ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. 2 എക്സാമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ വരുന്ന എക്സാമ്പിൾ തന്നെയാണ്. ഒന്ന് ബീറ്റ്, ഷുഗർ ബീറ്റ് എന്ന് പറയുന്നത് ബീറ്റ്, പിന്നെ മറ്റൊന്ന് ബ്ലാക്ക് പെപ്പർ. ഈ 2 എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക, ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ പെരിസ്പേം ആൻഡ് ബ്ലാക്ക് പെപ്പർ മുമ്പൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഡിഫറൻഷിയേറ്റ് പെരിസ്പേം ആൻഡ് പെരിക്കാർപ്പ്. ഈ 2 ക്വസ്റ്റ്യനും കൂടെ ചേർത്താണ് മുമ്പൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്, പെരിക്കാർപ്പ് ആൻഡ് പെരിസ്പേം. പെരിക്കാർപ്പ് ഈ ക്വസ്റ്റ്യനിൽ തന്നെ മറ്റൊരു നേരത്തെ ചോദിച്ചാണ് പെരിക്കാർപ്പ്. വാട്ട് ഈസ് പെരിക്കാർപ്പ്? ഓവറി ഫ്രൂട്ട് ആയി മാറുമ്പോൾ ഓവറി വാൾ ഫ്രൂട്ട് വാളായിട്ട് മാറാമെന്ന് പറഞ്ഞു. ആ ഫ്രൂട്ട് വാളിനാണ് എന്ത് പേര് പറയുക? പെരിക്കാർപ്പ് എന്ന് പറയുക. മനസ്സിലല്ലോ? അപ്പോൾ പെരിക്കാർപ്പ് ഈസ് ദി ഫ്രൂട്ട് വാൾ. ഓർത്ത് വയ്ക്കുക, പെരിക്കാർപ്പ് ഈസ് ദി ഫ്രൂട്ട് വാൾ. അപ്പോൾ പെരിസ്പേം ഇപ്പോൾ അറിയാം. റംനന്റ് പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ഈസ് കാൾഡ് പെരിസ്പേം. പെരിസ്പേം ഉള്ള പ്ലാന്റ്സിന് എക്സാമ്പിൾ ബീറ്റ് ആൻഡ് ബ്ലാക്ക് പെപ്പർ. 2 എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കുക, ബീറ്റ് ആൻഡ് ബ്ലാക്ക് പെപ്പർ. ആരാണ് പെരിസ്പേമായി മാറിയത്? ന്യൂസെല്ലസ്. ശരിക്കും ന്യൂസെല്ലസ് എന്താണ്? എംബ്രിയോ സാക്കിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് കൊടുക്കുന്ന ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ് ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. അത് റിമൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് പെരിസ്പേം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബയോടെക്നോളജി എന്നാണ്. ഇൻ റീകോമിനന്റ് DNA ടെക്നോളജി ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻസ് ഈസ് ഡൺ ബൈ എ പ്രോസസ് കാൾഡ് PCR. ക്വസ്റ്റ്യൻസ് എക്സ്പാൻഡ് PCR പിന്നെ റൈറ്റ് ഇറ്റ്സ് സ്റ്റെപ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ PCR എന്താണെന്ന് നോക്കാം. ബയോടെക്നോളജിയിൽ നമ്മൾ പഠിച്ചാണ്. PCR മീൻസ് polymerase chain reaction. നമ്മൾ ഇപ്പോൾ തന്നെ അറിയാം, കൊറോണ പോലത്തെ ഡിസീസുകൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റിന് PCR അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ PCR എന്ന് വെച്ചാൽ എന്താണ്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. PCR സ്റ്റാൻഡ്സ് ഫോർ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. നമ്മൾ ബയോടെക്നോളജിയിലൂടെ ഒരു റീകോമ്പിനൻറ്റ് പ്രോഡക്റ്റ് തയ്യാറാക്കുമ്പോൾ അത് ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന DNA മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ DNA മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ സിംപ്ലി നമുക്ക് പറയാം ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA എന്ന് പറയാം. ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA. അങ്ങനെ DNA മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ്, ബില്യൺസ് ഓഫ് കോപ്പീസ് വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. റിപ്പീറ്റഡ്ലി ഈ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ബില്യൺസ് ഓഫ് കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ഡിസൈഡ് DNA പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സിംപ്ലി പറയാം ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA എന്ന് പറയാം. ഇങ്ങനെ DNA ആംപ്ലിഫൈ ചെയ്യുക മീൻസ് മൾട്ടിപ്പിൾ കോപ്പീസ്, നമ്പർ ഓഫ് കോപ്പീസ് കൂട്ടി പ്രൊഡ്യൂസ് ചെയ്യുക. ആ പ്രോസസ്സിനാണ് എന്ത് പറയുക? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ 3 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്നാമത്തേത് ഡീനാച്ചുറേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ് അനലിംഗ്, മൂന്നാമത്തെ സ്റ്റെപ്പ് എക്സ്റ്റൻഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്, ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ PCR സ്റ്റാൻഡ്സ് ഫോർ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. എന്താണ് എൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ആംപ്ലിഫിക്കേഷൻ DNA. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്ത് ഡിസൈഡ് DNAയിൽ നിന്നൊരു പ്രോഡക്റ്റ്, റീകോമിനന്റ് പ്രോട്ടീൻ സംതിങ് പ്രോഡക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ, ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് DNA പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് DNA പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് എന്താ പറയുക? ആംപ്ലിഫിക്കേഷൻ DNA എന്ന് പറയുക. അതിനുള്ള പ്രോസസ്സാണ് ഇത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഓഫ് PCR. PCRന് 3 സ്റ്റെപ്സ് ആണുള്ളത്: ഡീനാച്ചുറേഷൻ, അനലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. ഇതിനോടൊപ്പം തന്നെ സ്ഥിരമായി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് PCRൽ കോമൺലി യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്ന്. സാധാരണ ഉപയോഗിക്കുന്ന എൻസൈമിൻ്റെ പേര് DNA പോളിമറൈസ് എന്ന എൻസൈമാണ് ഉപയോഗിക്കുക. എന്താണ് എൻസൈമിൻ്റെ പേര്? DNA പോളിമറൈസ്.
അതിൽ തന്നെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് DNA പോളിമറൈസ് എന്ന് പറയുന്നത് ടാക് പോളിമറൈസ് ആണ്. ഇതാണ് ചോദിക്കുന്ന വേർഡ്. ഈ പറഞ്ഞ PCR എന്ന പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഒരു എൻസൈം ഈസ് നെസസറി. ആ എൻസൈമിൻ്റെ പേര് DNA പോളിമറൈസ് എന്നാണ്. അങ്ങനെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് DNA പോളിമറൈസ് ഈസ് കോൾഡ് ടാക് പോളിമറൈസ് ചോദിക്കുന്ന ഒരു വേർഡാണ് ടാക് പോളിമറൈസ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാറുണ്ട്. ഈ DNA പോളിമറൈസ് എന്ന എൻസൈം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഒരു ബാക്ടീരിയയിൽ നിന്നാണ്. ആ ബാക്ടീരിയയുടെ പേരും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പേര് തെർമസ് അക്വാട്ടിക്കസ്. എന്താണ് തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്നത്? തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് DNA പോളിമറൈസ് എൻസൈം ഓർ ടാക് പോളിമറൈസ് ഒക്കെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഈ ബാക്ടീരിയയുടെ പ്രത്യേകത ഇതൊരു തെർമോസ്റ്റബിൾ ബാക്ടീരിയ ആണ്. നമ്മൾ തെർമോ അസിഡോഫൈൽസ് പഠിച്ചിട്ടുണ്ട്. ഹീറ്റ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ ആണ്. അപ്പോൾ അതിൽ നിന്ന് തെർമോസ്റ്റബിൾ ബാക്ടീരിയയായ തെർമസ് അക്വാട്ടിക്കസ് എടുക്കുന്ന ഈ DNA പോളിമറൈസിനും ആ ഹീറ്റ് റെസിസ്റ്റൻസ് ഉണ്ടാവും. കാരണം ഈ സ്റ്റെപ്സിൽ ഡീനാച്ചുറേഷൻ, അനലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ വരുന്ന സ്റ്റെപ്പിൽ DNA ഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിരിക്കണമെങ്കിൽ എന്ത് വേണം? തെർമോസ്റ്റബിൾ ബാക്ടീരിയ എന്ന് വേണം എൻസൈം ഐസൊലേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് PCR എന്ന് പറയുന്നത്. അപ്പോൾ PCR സ്റ്റാൻഡ്സ് ഫോർ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് DNA പ്രൊഡ്യൂസ്. ഇറ്റ് ഈസ് കോൾഡ് ആംപ്ലിഫിക്കേഷൻ DNA. ഇറ്റ് ഹാസ് 3 സ്റ്റെപ്സ്: ഡീനാച്ചുറേഷൻ, അനലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. കോമൺലി യൂസ്ഡ് എൻസൈം DNA പോളിമറൈസ് ആണ്. ആ കോമൺലി യൂസ്ഡ് DNA പോളിമറൈസ് ഈസ് ടാക് പോളിമറൈസ്. ഇറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം എ തെർമോസ്റ്റബിൾ ബാക്ടീരിയം കാൾഡ് തെർമസ് അക്വാട്ടിക്കസ്. ഓക്കെ, അത് വായിക്കാൻ അതിൻ്റെ സ്റ്റെപ്സ് ഒക്കെ നോക്കിക്കോളണം. സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ എൻസൈമിൻ്റെ പേരും പഠിക്കണം, എക്സ്പാൻഷനും പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് 16th ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ ഏതാണ് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസിൽ വരുന്ന ഒരിതാണ്. ആപ്ലിക്കേഷനിലോ ബയോടെക്നോളജിയിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആപ്ലിക്കേഷൻസിലല്ല, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിൽ വരുന്നതാണ് ഈ ഡയഗ്രം. ഇങ്ങനെ ഡയഗ്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഡയഗ്രം എന്ന് വെച്ചാൽ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് വരുന്നതാണ്. ക്വസ്റ്റ്യൻ വെച്ചാൽ ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. എന്താണ് ഈ പിക്ചർ എന്ന് എഴുതാനാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക. അതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ദ ഫിഗർ. പിന്നെ റൈറ്റ് എനി വൺ യൂസ് ഓഫ് ദിസ് ഇൻസ്ട്രുമെൻറ്റ്. ഈ ഫിഗർ എന്താണ്, ആ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗം എന്തെന്നാണ് എഴുതാനുള്ളത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞൊരു കാര്യമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പറയാം. ഈ PCR ചെയ്യുന്നത് മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി നമ്മൾ ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു റീകോമ്പിനൻറ്റ് പ്രോട്ടീൻ ഓർ സംതിങ് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. റീകോമ്പിനൻറ്റ് പ്രോഡക്റ്റുകൾ, പ്രോട്ടീനോ സംതിങ് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. റീകോമ്പിനൻറ്റ് പ്രോട്ടീൻസോ മറ്റെന്തെങ്കിലും പ്രോഡക്റ്റുകൾ, ഹോർമോൺസോ വാക്സിൻസോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റുകൾ ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അല്ലാതെ ലിറ്റിൽ എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്താൽ പറ്റില്ല. ലാർജ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ബയോളജിക്കൽ പ്രോഡക്റ്റ് പിന്നെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കണം. അങ്ങനെ ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കൾച്ചർ വോളിയം ഇൻക്രീസ് ചെയ്യണം. എന്ത് ഇൻക്രീസ് ചെയ്യണം? കൾച്ചർ വോളിയം ഇൻക്രീസ് ചെയ്യിക്കണം. ഓക്കെ, അങ്ങനെ കൾച്ചർ വോളിയത്തിൽ എന്തുണ്ട്? നമ്മുടെ ഡിസൈഡ് DNA ഉണ്ട്. അതിൽ നിന്നാണ് നമ്മൾ പ്രോഡക്റ്റ് എടുക്കുന്നത്. അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കൾച്ചർ വോളിയം ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ കൾച്ചർ വോളിയം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റിനെ പറയുന്ന പേരാണ് ബയോ റിയാക്ടർ. അപ്പോൾ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ബയോ റിയാക്ടർ എന്ന് വെച്ചാൽ എന്താണ്? കൾച്ചർ വോളിയം ഇൻക്രീസ് ചെയ്യാൻ. എന്തിനാണ് കൾച്ചർ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. പ്രോഡക്റ്റ് ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ കൾച്ചർ വോളിയം ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ കൾച്ചർ വോളിയം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റിനെ പറയുന്ന പേരാണ് ബയോ റിയാക്ടർ. ബയോ റിയാക്ടർ ഈസ് ഓഫ് 2 ടൈപ്സ്. അതിൽ ഒരു ഡയഗ്രാമാണ് ടെക്സ്റ്റ് വെച്ച് വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പേര് സിമ്പിൾ സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ. രണ്ടാമത്തേത് സ്പാർജ്ഡ് സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ. അപ്പോൾ 2 types of bioreactors used are ഏതൊക്കെയാണ്? സിമ്പിൾ സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ ആൻഡ് സ്പാർജ്ഡ് സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ. 2 പിക്ചേഴ്സ് നിങ്ങൾ നന്നായിട്ട് നോക്കണം. കാരണം ഏത് പിക്ചർ ഏത് ബയോറിയാക്ടർ ആണെന്ന് അറിയണം. നമുക്കറിയാം 2 ബയോറിയാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു കർവ്ഡ് ബേസ് ഉള്ളതാണ്. കർവ്ഡ് ബേസ്, കാരണം കർവ്ഡ് ബേസ് ഓർ സിലിണ്ടറിക്കൽ ഷേപ്പ് ആണെങ്കിൽ മാത്രമേ മാക്സിമം മിക്സിംഗ് അപ്പ് ഓഫ് ദി കൾച്ചർ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ത്രൂ ഔട്ട് ദി മീഡിയം എന്ത് കിട്ടണം? ഓക്സിജൻ അവൈലബിലിറ്റി, pH, ടെമ്പറേച്ചർ ഇതെല്ലാം ഒരുപോലെ വരണം. ഓപ്റ്റിമൽ റേറ്റിങ്ങിന് മിക്സപ്പ് ആവണമെങ്കിൽ അതിനൊരു കർവ്ഡ് ബേസ് ഓർ സിലിണ്ടറിക്കൽ സ്ട്രക്ചർ വേണം. അപ്പോൾ അതിനുള്ളിലാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചാൽ ഈ ഫിഗർ എന്തിൻ്റെയാണെന്നാണ് ചോദിക്കുന്നത്. ഈ ഫിഗർ എന്ന് പറയുന്നത് ഏതാണ്? സ്പാർജ്ഡ് സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ ആണ്. സ്പാർജ്ഡ് സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ ആണ്.
അതാണ് ഇവിടുത്തെ ആൻസർ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സിമ്പിൾ സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ. അപ്പോൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് റിയാക്ടേഴ്സ് ആർ ടാങ്ക് ബയോറിയാക്ടേഴ്സ്. ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്സ്, സിമ്പിൾ സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ ആൻഡ് സ്പാർജ്ഡ് സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ. പിന്നെ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് എനി വൺ യൂസ് ഓഫ് ദിസ് ഇൻസ്ട്രുമെൻറ്റ്. എന്താണ് യൂസ്? പ്രോഡക്റ്റ് ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൾച്ചർ വോളിയം ഇൻക്രീസ് ചെയ്യുക. അതാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഈ എക്യുപ്മെൻറ്റ് ഉപയോഗം എന്ന് പറയുന്നത്, നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേം ഓർത്ത് വയ്ക്കുക. ഇത് രണ്ട് ഇമ്പോർട്ടൻറ്റ് വൺ വേർഡ്സ് ആണ്, സിമ്പിൾ സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടറും സ്പാർജ്ഡ് സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതും നമ്മുടെ ബയോടെക്നോളജി എന്ന് തന്നെയാണ്. അഗ്രോസ് ജെൽ ഈസ് യൂസ്ഡ് ആസ് എ സെപ്പറേറ്റിംഗ് മീഡിയം ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ്. വാട്ട് പ്രോപ്പർട്ടി ഓഫ് അഗ്രോസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ഡ്യൂറിങ് ഇലക്ട്രോഫോറസിസ്. അപ്പോൾ ജെൽ ഇലക്ട്രോഫോറസിസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ അഗ്രോസ് ജെല്ലിൻ്റെ യൂസ് എന്തെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഉൾപ്പെടെ എല്ലാം നോക്കാം. ഇവിടെ ഇലക്ട്രോഫോറസിസിനെ കുറിച്ചാണ് പറയുന്നത്. ഇലക്ട്രോഫോറസ് എന്ന് വെച്ചാൽ നമുക്ക് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? DNA പലതായിട്ട് കട്ട് ചെയ്യാൻ പറ്റും, DNA ഫ്രാഗ്മെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ച് കട്ട് ചെയ്താൽ നമുക്ക് പല സൈസിലുള്ള DNA ഫ്രാഗ്മെന്റ്സ് കിട്ടും. ഈ DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പേര് പറയുക? ഇലക്ട്രോഫോറസിസ് എന്ന് പറയുക. അപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രോഫോറസിസ് എന്താണ്? അപ്പോൾ ആലോചിക്കുക, നമ്മൾ റെസ്ട്രിക്ഷൻസ് എൻസൈംസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു ഡിസൈറബിൾ ആയിട്ടുള്ള എവിടെ വേണമെങ്കിലും നമുക്ക് DNA ഫ്രാഗ്മെന്റ്സിനെ കട്ട് ചെയ്യാം. അപ്പോൾ DNA ഫ്രാഗ്മെന്റ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യണം. വലുത് അതിൻ്റെ സൈസ് അനുസരിച്ചാണ് സെപ്പറേറ്റ് ചെയ്യുക. അക്കോർഡിംഗ് ടു ദർ സൈസ്, വലുതും ചെറുതായിട്ടുള്ള സൈസ് അനുസരിച്ച് DNA ഫ്രാഗ്മെന്റ്സ് സെപ്പറേറ്റ് ചെയ്യും. ആ DNA ഫ്രാഗ്മെന്റ്സിൻ്റെ സെപ്പറേഷൻ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇലക്ട്രോഫോറസിസ് ചെയ്യാനായിട്ട് ഒരു മീഡിയം ഓർ മാട്രിക്സ് ആവശ്യമാണ്. മീഡിയം ഓർ മാട്രിക്സ് വേണം. അങ്ങനെ ഇപ്പോൾ ഉപയോഗിക്കുന്ന മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മീഡിയം ഓർ മാട്രിക്സ് ആണ് ഏത്? ഒരു ജെല്ലാണ് ഉപയോഗിക്കുന്നത്. ആ ജെല്ലിനെ പറയുന്ന പേരാണ് അഗ്രോസ് ജെൽ. അപ്പോൾ അഗ്രോസ് ജെൽ എന്ന ജെൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ആ മീഡിയമാണ് ഇവിടെ ഉപയോഗിക്കുക, അഗ്രോസ് ജെൽ. ഈ അഗ്രോസ് ജെൽ എന്ന് പറയുന്നത് നമ്മുടെ സീ വീഡ്സിൽ നിന്ന്, കടലിൽ കാണുന്ന സീ വീഡ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു നാച്ചുറൽ പോളിമറാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ വാട്ട് ഈസ് അഗ്രോസ് ജെൽ എന്ന് വെച്ചാൽ എന്താണ്? അഗ്രോസ് ജെൽ ഈസ് എ നാച്ചുറൽ പോളിമർ എക്സ്ട്രാക്ട് ഫ്രം സീ വീഡ്സ്. നാച്ചുറൽ പോളിമർ എക്സ്ട്രാക്ട് ഫ്രം സീ വീഡ്സ് ഇസ് കാൾഡ് അഗ്രോസ് ജെൽ. ഓക്കെ, ഈ അഗ്രോസ് ജെല്ലാണ് നമ്മളിവിടെ എന്തായിട്ട് ഉപയോഗിക്കുക? മീഡിയം ഓർ മാട്രിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. എന്താണ് ചോദിച്ചത്? അഗ്രോസ് ജെല്ലിൻ്റെ യൂസ് എന്തെന്നാണ് ചോദിച്ച ക്വസ്റ്റ്യൻ. അഗ്രോസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ വാട്ട് പ്രോപ്പർട്ടി ഓഫ് അഗ്രോസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എന്താണ്? സെപ്പറേറ്റിംഗ് DNA ഫ്രാഗ്മെന്റ്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് ഇലക്ട്രോഫോറസ് എന്ന് പറയാം. അതിനൊരു മീഡിയം ഓർ മാട്രിക്സ്. എന്താണ് അതിൻ്റെ പർപ്പസ് എന്നോട് നോക്കാം. അഗ്രോസ് ജെൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. പറഞ്ഞു DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദെയർ സൈസ് ആണെന്ന് പറയും. സൈസിനനുസരിച്ചാണ്, ഫ്രാഗ്മെന്റ്സിൻ്റെ സൈസിനനുസരിച്ചാണ് DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ സൈസിനനുസരിച്ച് അത് ചെയ്യുമ്പോഴത്തേനൊരു പിന്നെ സേവിങ് ഇഫക്റ്റ് കിട്ടണം. എന്ത് കിട്ടണം? സേവിങ് ഇഫക്റ്റ് അവിടെ കിട്ടണം. സേവിങ് ഇഫക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ അഗ്രോസ് ജെല്ലാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ അരിച്ചെടുക്കുമ്പോൾ ചെറിയ പാർട്ടിക്കിൾസ് വളരെ ആദ്യം ഈസി ആയിട്ട് പോകും, വലിയ പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെയാണ് DNA ഫ്രാഗ്മെന്റ്സ്. അപ്പോൾ ഇലക്ട്രോഫോറസിസ് ചെയ്യാനായിട്ടൊരു ഗ്ലാസ് പ്ലേറ്റ് പോലെ ഉണ്ട്. അതിൽ വലിയ ഫ്രാഗ്മെന്റ്സും കാണാം, ചെറിയ വലിപ്പം കുറഞ്ഞ ഫ്രാഗ്മെന്റ്സും ഒക്കെ കാണാം. ഈ ചെറിയ ഫ്രാഗ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ ദൂരേക്ക് മൂവ് ചെയ്യുന്ന കാണാം. അപ്പോൾ അവിടെ ഒരു സീവിങ് ഇഫക്റ്റാണ് നടക്കുക. സീവിങ് ഇഫക്റ്റ് മീൻസ് ഒരു അരിക്കുന്നൊരു ഇഫക്റ്റാണ് നടക്കുക. അപ്പോൾ DNA ഫ്രാഗ്മെന്റ്സ് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇലക്ട്രോഫോറസിസ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് DNA ഫ്രാഗ്മെന്റ്സ്. എങ്ങനെ ഉണ്ടായതാണ്? റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ ആക്ടിവിറ്റി കാരണം പ്രൊഡ്യൂസ് ചെയ്ത DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നത് ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസ് ചെയ്യാനായിട്ട് ഒരു മീഡിയം ഓർ മാട്രിക്സ് ഇസ് നെസസറി. കോമൺലി യൂസ്ഡ് മാട്രിക്സ് ഇസ് അഗ്രോസ് ജെൽ വിച്ച് ഇസ് എ നാച്ചുറൽ പോളിമർ എക്സ്ട്രാക്റ്റഡ് ഫ്രം സീവീഡ്സ്. ഓക്കെ, ഈ മാട്രിക്സ് ഓർ അഗ്രോസ് ജെൽ എന്താണ് ചെയ്യുന്നത്? ഒരു സേവിങ് ഇഫക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ആ സേവിങ് എങ്ങനെ നടക്കുന്ന? അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദി DNA ഫ്രാഗ്മെന്റ്സ്. ചെറിയ പാർട്ടിക്കിൾസ് എല്ലാം കൂടുതൽ ദൂരേക്ക് മൂവ് ചെയ്യും, വലിയ പാർട്ടിക്കിൾസ് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇനി ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ അതുകൂടെ പഠിക്കണം. DNA ഇലക്ട്രോഫോറസിസ് പറയുമ്പോൾ അതുകൂടെ പറയാം. DNA ഇലക്ട്രോഫോറസിന്റെ ബേസിക് പ്രിൻസിപ്പിൾ നോക്കാം. അവിടെ DNA മോളിക്യൂൾസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്.
ഇലക്ട്രോഫോറസിൻ്റെ പ്രിൻസിപ്പിൾ ചോദിച്ചാൽ ഇതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളല്ല. അപ്പോൾ DNA ഇലക്ട്രോഫോറസിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് ഈ പറയുന്നത്. നോക്കൂടെ, DNA molecules are negatively charged particles. DNA molecules are negatively charged particles. So they are forcing to move towards an anode. ഒരു ആനോഡിലേക്കാണ് ചലിപ്പിക്കുക. നേരത്തെ ഒരു ഗ്ലാസ് പ്ലേറ്റ് വരച്ചിരുന്നു. അപ്പോൾ ആനോഡിൻ്റെ ഡയറക്ഷനിലേക്കാണ് ചലിപ്പിക്കുക. ടുവേർഡ്സ് ആൻ ആനോഡ് അണ്ടർ ഇലക്ട്രിക് ഫീൽഡ്, അല്ലേ? ആനോഡിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ച് ആനോഡിലേക്ക് ചലിപ്പിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് എന്ത് വേണ്ടത്? മാട്രിക്സ് ഓർ ജെൽ വേണ്ടത്. ആ ജെല്ലിലൂടെയാണ് ചലിപ്പിക്കുക. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? സൈസിനനുസരിച്ചാണ്, DNA ഫ്രാഗ്മെൻസിൻ്റെ സൈസിനനുസരിച്ചാണ് സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ പാർട്ടിക്കിൾസ് കൂടുതൽ ദൂരേക്ക് മൂവ് ചെയ്യും, വലിയ പാർട്ടിക്കിൾസ് അടുത്ത് തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇലക്ട്രോഫോറസ് ഇതിന് ഏത് ക്വസ്റ്റ്യൻ വേണമെന്ന് ചോദിക്കാം. ഇവിടെ ഇപ്പോൾ ചോദിച്ചത് ഈ ജെല്ലിൻ്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ഇലക്ട്രോഫോറസസ് എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നത്? DNA ഫ്രാഗ്മെൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രോഫോറസസ്. അതിന് ഉപയോഗിക്കുന്ന ഒരു മീഡിയം ഓർ മാട്രിക്സ് ആണ് അഗ്രോസ് ജെൽ. അതെന്ന് പറയുന്നത് നാച്ചുറൽ പോളിമറാണ്. ഓക്കെ, ആ DNA ഫ്രാഗ്മെൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ സൈസ് അനുസരിച്ചാണ്. ചെറിയ പാർട്ടിക്കിൾസാണ് കൂടുതൽ ദൂരേക്ക് മൂവ് ഫാർദർ എന്ന് പറയും, ദൂരേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ അതിനൊരു സീവിങ് ഇഫക്റ്റ് ആയിരിക്കുന്നൊരു ഇഫക്റ്റ് കൊടുക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ അഗ്രോസ് ജെല്ലാണ്. അതിൻ്റെ പ്രിൻസിപ്പിൾ ആണ് ഇതുപോലെ പഠിക്കുക. DNA molecules are negatively charged particles, so they are forcing to move towards an anode under electric field through the matrix or medium. അപ്പോഴത്തേക്ക് സ്മോളർ പാർട്ടിക്കിൾസ് മൂവ് ഫാർദർ, കൂടുതൽ ദൂരേക്ക് അത് മൂവ് ചെയ്യുന്നു. ഈ പ്രോസസ്സിനാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുക. ഓക്കെ.